സഹോദരന്മാരെ, ഗേറ്റിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ ഇടതുഭാഗത്ത് ഒരുപാട് കസേരകൾ കാലിയായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിലിരിക്കുന്നവർ തന്നെ ഒന്ന് മുമ്പോട്ട് കയറി ഇരുന്നാൽ നന്നായിരിക്കും. അപ്പോൾ ബാക്കിൽ സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് കയറി വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ളവരൊന്ന് ഈ സൈഡിലേക്ക് മാറിയിരുന്നാൽ ബാക്കിൽ റോഡിൽ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കാം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا وحبيبنا محمد قائد الأمة قائد الغر المحجلين يوم القيامة محمد صلى الله عليه وسلم. صلى الله عليك يا سيدي يا رسول الله. صلى الله عليك يا سيدي يا حبيب الله. صلى الله عليك يا سيدي يا خير خلق الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أو أمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بالآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. മുടിക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രൗഢമായ ജുമാ മസ്ജിദിൻ്റെ അങ്കണത്തിൽ 2 ദിവസത്തെ ദീനി ഉത്ബോധന സദസ്സിൻ്റെ സമാപനം. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളുടെ കാൽവെപ്പുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിൻ്റെ പിന്നിലെ ജമാഅത്ത് ഭാരവാഹികളുടെയും യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികളുടെയും ഒക്കെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിലുപരി ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ഹംസ ഹാജി അവറുകൾ സൂചിപ്പിച്ച പോലെ, ഷഫീഖ് സാഹിബ് സൂചിപ്പിച്ച പോലെ, ഭവന നിർമ്മാണത്തിനും നമ്മുടെ മക്കൾക്ക് വിവാഹ സൗഭാഗ്യത്തിന് അവസരമൊരുക്കി കൊടുത്തുകൊണ്ടും നിർധനരെ സഹായിച്ചുകൊണ്ടും പലിശരഹിത വായ്പ നൽകിയും എനിക്ക് തോന്നുന്നു കേരളത്തിലെ മഹല്ലുകൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് മുടിക്കൽ മുസ്ലിം ജമാഅത്തിന് ഉയരാൻ സാധിച്ചു. അതിൻ്റെ നൈരന്തര്യവും തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഇതിൻ്റെ പിന്നിലൊക്കെ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ റഹ്മാനായ റബ്ബ് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹംസ ഹാജി അവറുകൾ ഇവിടെ വിശദമായിട്ട് നമ്മുടെ ഈ പദ്ധതിയെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം ഇല്ല എന്ന് തോന്നുന്നു. ഒരു കാര്യം ബഹുമാനപ്പെട്ടവരെ സൂചിപ്പിച്ചത് എനിക്കേറെ ഇഷ്ടമായത്, ആരോടും നിർബന്ധിക്കുന്നില്ല, ആരോടും പിടിച്ചു പറിച്ച് വാങ്ങിക്കില്ല എന്നതാണ്. പല മഹല്ലുകളിലും
സ്ഥിതി മറ്റൊരു അവസ്ഥയിലാണ്. പിടിച്ചു പറിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മുടിക്കലിൽ അതിൻ്റെ ആവശ്യമില്ല എന്നതിൻ്റെ വലിയ തെളിവ് നമ്മുടെ ഈ മസ്ജിദിൻ്റെ പുനർനിർമ്മാണം തന്നെയാണ്. മഹാനായ ആലുവായ അബൂബക്കർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അതുപോലെ തന്നെ കണിയാപുരം മസ്താൻ റഹിമഹുല്ല, ഇങ്ങനെ വലിയ മഹത്തുക്കളുടെ സാമീപ്യമുള്ള ഒരു പ്രദേശം. അതിലുപരി 999 എന്നോ ഇവിടെ വഅദ് പറയാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ വന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഓർപ്പിക്കുകയുണ്ടായി. അവർ രണ്ടാമത്തെ വരവാണ് സത്യത്തിൽ, വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ വരവ്. സർവശക്തനായ അള്ളാഹു അന്നൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായി. ഇന്ന് മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ ഖബറുകളെ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മോടൊപ്പം ദീനിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, ഇന്ന് രോഗശയ്യയിൽ കിടക്കുന്നവർ, അള്ളാഹു അവർക്ക് ശമനവും സലാമത്തും നൽകട്ടെ. പൂർവോപരി ഈ സദസ്സ് പിരിയുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സദസ്സാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ വന്നിരുന്ന് നിങ്ങളുമായി നിങ്ങളുടെ ഒരു ആമീനിൽ പങ്കുചേരുക എന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ഞാൻ കാണുന്നത്. പിന്നെ പ്രഭാഷണത്തിന് വരുമ്പോൾ പ്രഭാഷണം ചെയ്യുന്ന ആളുകളെ പൊക്കി പറയാന്നുള്ളത് അതൊരു ചര്യയാണ്. ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ആ പറഞ്ഞതിനൊന്നും ഞാൻ യോഗ്യനല്ലെന്ന് 100% അറിയാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഒരു പ്രതീക്ഷയുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് നന്മകൾ ചെയ്തപ്പോൾ മഹാനവറുകളെ സ്വഹാബികളിൽ കുറച്ച് ആളുകൾ ഒന്ന് പുകഴ്ത്തി പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്. അല്ലാഹുമ്മ ലാ തഫ്തിന്നാ ബിമാ യഖൂലൂൻ, അല്ലാഹുമ്മ ജഅൽനി ഖൈറൻ മിമ്മാ യഖൂലൂൻ വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ. അല്ലാഹുവേ, ഈ ആളുകൾ എന്തൊക്കെയോ പറയുന്നു, പുകഴ്ത്തുന്നു. അല്ലാഹുവേ, ലാ തഫ്തിന്നി ബിമാ യഖൂലൂൻ, അവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട് എന്നെ നീ ഫിത്നയിലാക്കരുത്. അതിലങ്ങ് പൊങ്ങുകയോ അതിലങ്ങ് സുഖം കൊള്ളുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് റബ്ബേ. പിന്നെ പറഞ്ഞു വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ, അവരറിയാത്ത ഒരുപാട് തെറ്റുകൾ എൻ്റേതുണ്ടാകും. അല്ലാഹുവേ, നീ അതെനിക്ക് മാപ്പ് തരേണമേ. വജഅൽനി ഖൈറൻ മിമ്മാ യഖൂലൂൻ, അവരെന്തൊക്കെയാണോ എന്നെപ്പറ്റി പറയുന്നത് അതിലേറെ ഖൈറായ അവസ്ഥയിലേക്ക് നീ മാറ്റിത്തരേണമേ എന്ന് നമ്മൾ ദുആ എടുക്കുകയാണ്. ഏതായിരുന്നാലും ഈ സായാഹ്നം ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഇത്രയും മഹിതമായ മനോഹരമായ ഒരു സദസ്സിൽ നമുക്ക് ചില ചിന്തകൾ പങ്കുവെക്കുകയാണ്. അതോടൊക്കെ സംബന്ധിച്ചിടത്തോളം 9 വീടുകളുടെ നിർമ്മാണം നടക്കേണ്ടതുണ്ട്. 10 ലക്ഷം രൂപ ചിലവ് വരുന്ന ഭവനം, 14 കുട്ടികളുടെ വിവാഹം നടക്കേണ്ടതുണ്ട്. അതിനൊക്കെ കഴിവുള്ള ആളുകൾ, അള്ളാഹു അനുഗ്രഹം ചെയ്തവർ, പ്രത്യേകിച്ച് മുടിക്കൽ ഒരുപാട് ബിസിനസ്സുകാരുടെ സ്ഥലമാണ്. അതുകൊണ്ട് സർവാത്മന മുന്നോട്ട് വരണം. ഇൻഷാ അള്ളാഹ് അവർക്ക് വേണ്ടിയൊക്കെയുള്ള പ്രത്യേകമായ പ്രാർത്ഥന നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ചില ആളുകളെ, എന്നാൽ അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്ത ആളുകളെ അള്ളാഹു കൊണ്ടുവരുന്ന രംഗം വിവരിക്കുന്നുണ്ട്. അവര് നാസ്തികരായിരിക്കാം, ദൈവനിഷേധികളായിരിക്കാം, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരായിരിക്കാം. ഈ ലോകത്തെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷറി, ഇവിടുത്തെ സാധ്യമായതെല്ലാം, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ മാത്രം ഒരു സൃഷ്ടാവി പ്രപഞ്ചത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ അതിന് ചെവി കൊടുത്തില്ല. അങ്ങനത്തെ ആളുകൾ ആള് വലിയ കോടീശ്വരനാണ്, മില്യനെയറോ ബില്യനെയറോ ആണ്, പക്ഷേ നരകത്തിലേക്ക് പോകേണ്ട ആളാണ്. കാരണം അദ്ദേഹം ജീവിതത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം സ്വന്തം മാതാപിതാക്കളെ അറിയുന്ന പോലെ
തന്നെ പടച്ചവൻ ആരാണ്, ആ സൃഷ്ടാവിനെ നമിക്കേണ്ടവനാണ്. ആ ഒരു ബേസിക് ഗ്രാറ്റിറ്റ്യൂഡ്, പടച്ചതമ്പുരാനോട് ചെയ്യേണ്ട അടിസ്ഥാനപരമായ നന്ദി ചെയ്യാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. പ്രപഞ്ചത്തിന് പടച്ചവൻ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുകയോ, നമ്മളൊരു ഒരു ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആവട്ടെ, സാംസങ് ആവട്ടെ, ഓപ്പോ ആകട്ടെ, വിവോ ആവട്ടെ, ഏത് കമ്പനി ആവട്ടെ, ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് അത് ഇന്ന കമ്പനി സാംസങ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടതാണോ? കണ്ടിട്ടൊന്നുമില്ല. സാംസങ്ങിൻ്റെ ഫാക്ടറി എവിടെ നിന്ന് ഉണ്ടാക്കിയതാ? കൊറിയയിൽ നിന്ന് ഉണ്ടാക്കിയതാണോ? ചൈനയിലാണോ മാനുഫാക്ചറിങ് നടന്നത്? അങ്ങ് ചെക്കോസ്ലോവാക്യയിലാണോ? നമുക്കതൊന്നും അറിയില്ല. ആരാണ് അതിൻ്റെ കൃത്യമായി ഡിസൈനിങ് ചെയ്തത് അറിയില്ല. പക്ഷെ അത് വെറുതെ വന്നതാണോ നിങ്ങളുടെ കയ്യിൽ? ഒരിക്കലുമല്ല. someone has manufactured. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? ഇത് വെറുതെ മുളച്ചുണ്ടായതാണോ? അല്ല, ഒരിക്കലുമല്ല. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇതിലേക്ക് വേണം, ഒരുപാട് പ്രോഗ്രാമുകൾ അതിലേക്ക് വേണം, ഒരുപാട് അതിസങ്കീർണമായ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് നെറ്റ്വർക്കിംഗ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. ഇത് വെറുതെ അങ്ങോട്ട് ഉണ്ടാവില്ല. ഇതൊരാൾ ഉണ്ടാക്കിയത് ആണെന്ന് നിർബന്ധമാണ്. ആളെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. സ്റ്റീവ് ജോബ്സിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് മാനുഫാക്ചറിങ് ചെയ്തത് എന്ന് നിങ്ങളങ്ങ് വിശ്വസിച്ചു. കാണണം നിർബന്ധമല്ല. ഈ പ്രപഞ്ചവും ഈ ചെടിയും ഈ പൂക്കളും ഈ അന്തരീക്ഷവും മനോഹരമായ ഈ രാത്രിയും മിന്നി തിളങ്ങുന്ന താരസമൂഹങ്ങളും നിവർന്നു നിൽക്കുന്ന ചെടികളും ജന്തുജാലങ്ങളും അതിസൂക്ഷ്മമായി നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ജീവജാലങ്ങൾ, ജീവഗണങ്ങൾ നമ്മുടെ ഈ വായുവിൽ നമ്മുടെ ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസത്തിലൂടെയൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് വെറുതെ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ അതിസങ്കീർണമാണ്. എത്ര വലിയ ഫോണിൻ്റെ മെച്ചം നമ്മൾ iPhone 15 Pro Max നമ്മൾ അപ്പോൾ പുതിയ ഇനി 16 വരും, 20 വരും, 25 വരും, 30 വരും, 50 വരും. കമ്പനികൾക്ക് ഇറക്കിക്കൊണ്ടേയിരിക്കേണ്ട, അവർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അത് ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പറയും വാവ്, വണ്ടർഫുൾ, വളരെ മനോഹരമാണ്. ഇതിനേക്കാളും എത്ര മനോഹരമാണ് ഇതുണ്ടാക്കിയ ബ്രെയിൻ, മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഈ തലച്ചോറ് ഇത് കോപ്പറല്ല, ഇതിൻ്റെ ഉള്ളിലുള്ളത് മെറ്റലല്ല, മാംസമാണ്, പേശികളാണ്, കോശങ്ങളാണ്, ടിഷ്യൂകളാണ്. അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ കടത്തിക്കൊണ്ടുപോയി ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന വിധം മനുഷ്യൻ്റെ ബ്രെയിനിനെ സംവിധാനിച്ചത് അങ്ങോട്ട് പൊട്ടിമുളച്ചുണ്ടായതാണെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ ദൈവനിഷേധികൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ കാണുന്ന സർവ്വതിനും സൃഷ്ടാവ് വേണം. അതുകൊണ്ടാണ് ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ കോടീശ്വരനായ മനുഷ്യനെ അയാൾ നരകത്തിലേക്ക് പോകേണ്ട നരകത്തിലേക്ക് പോകേണ്ടവനാണ്. വഹുവ മിൻ അഹ്ലിന്നാർ. പടച്ചവനെ നിഷേധിച്ചവനോ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനോ ബഹുദൈവ വിശ്വാസിയോ ആയിരിക്കണം. ഫയുസ്ബഗു ഫിൽ അദാബി സുബ്ഗ. നരകത്തിലേക്ക് അള്ളാഹു ഒന്നങ്ങ് മുക്കിയെടുക്കുന്നു. വളരെ പെട്ടെന്ന്, ഒരു ഇൻസ്റ്റന്റ് മുക്കൽ, പെട്ടെന്ന് മുക്കിയെടുക്കുന്നു, പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു. നിനക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ നിന്റെ സുഖസൗകര്യങ്ങളൊക്കെ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു. നിനക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായത് ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബ്. ഇല്ല റബ്ബേ, എനിക്ക് ഓർമ്മ വരുന്നില്ല, എല്ലാം മറന്നുപോയി. ഒരൊറ്റ മുക്കലിൽ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും മറന്നുപോയി. സ്വന്തമായി ഫ്ലൈറ്റുകൾ, സ്വന്തമായി ഹെലികോപ്റ്ററുകൾ, സ്വന്തമായ വിമാനങ്ങൾ, സ്വന്തമായ സംവിധാനങ്ങൾ, സ്വന്തമായ ഫാക്ടറികൾ, ഏതെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോ എങ്ങനെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഓടിയെത്താനും കഴിഞ്ഞിരുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രയാസവും അറിയാതെ ജീവിച്ച ഒരു ദൈവനിഷേധിയെ അള്ളാഹു നരകത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ഒരു ചോദ്യം, നീ ലോകത്തനുഭവിച്ച സുഖസൗകര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ലാ വല്ലാഹി യാ റബ്ബ്. നരകത്തിൻ്റെ ഒരു നിമിഷത്തെ അനുഭവത്തിലൂടെ ഭൂമിയിൽ ജീവിച്ച 60, 70, 80 കൊല്ലത്തിൻ്റെ സുഖസൗകര്യങ്ങൾ മുഴുവനും മറന്നുപോയിരിക്കുകയാണ്.
വയുഅ്താ ബിഅശദ്ദി അഹ്ലിദ് ദുനിയാ ബുഅ്സൻ മിൻ അഹ്ലിൽ ജന്നah. എന്നാൽ സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളൊന്നുമേ അനുഭവിക്കാൻ കഴിയാതെ ജീവിച്ച, ദാരിദ്ര്യത്തിന്റെ കൂരിരുട്ടിൽ കഴിഞ്ഞ, വീട് പോലുമില്ലാതെ ഒരു നേരത്തെ അന്നത്തിന് പോലും വിഷമിക്കുന്ന, രോഗശൈലിയിൽ നിരന്തരം ഉരുണ്ട് കഴിയുന്ന, ഒരാൾ പോലും മൈൻഡ് ചെയ്യാത്ത, എന്നാൽ മനസ്സിനുള്ളിൽ തന്നെ പടച്ച സൃഷ്ടാവിനോട് ഒടുങ്ങാത്ത സ്നേഹമുള്ള സജ്ജനങ്ങളിൽ കഴിഞ്ഞുപോയ ഒരു മഹാനെ അല്ലാഹു സ്വർഗത്തിലങ്ങ് മുക്കിയെടുക്കും. അല്ലാഹു തആല നരകത്തിലേക്ക് ഒരു നിമിഷം അവരെ മുക്കിയെടുക്കും. അവരിൽ താടനമർദ്ദനങ്ങൾക്ക് വിധേയമായവരുണ്ടാകാം, പാമ്പിനെ തല്ലുന്ന പോലെ വടികൊണ്ട് തച്ച് കൊല്ലപ്പെട്ടവരുണ്ടാകാം, ജീവജാലങ്ങളോട് പോലും കാണിക്കാൻ മടിക്കുന്ന ക്രൂരതകൾക്ക് വിധേയമായവർ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യരിൽ അനുഭവിച്ചവരുണ്ട്. എന്നാൽ അവരെയൊക്കെ അല്ലാഹു സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുമ്പോൾ ثم يقال له يا ابن آدم هل رأيت شرا قط. ആദമിന്റെ മോനെ, ഏതെങ്കിലും ഒരു ദുരിതം നിനക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? ഹൽ മർറ ബിക ബുസുൻ ഖത്തു ഔ ഷിദ്ദ. ഏതെങ്കിലും ഒരു പ്രയാസം, ഒരു രോഗത്തിന്റെ വേദന നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലേക്കൊന്നും മുങ്ങിയെണീറ്റ ഒരു മനുഷ്യൻ പറയുന്ന മറുപടി ലാ വല്ലാഹി യാ റബ്ബ്. ഇല്ല റബ്ബേ, ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി റബ്ബേ. നിന്റെ സ്വർഗം കാണുമ്പോൾ ലോകത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ ദുരിതങ്ങളും മറന്നുപോയി റബ്ബേ. ഇതെന്തൊരു സുഖമാണ്, ഇതെന്തൊരു ആനന്ദമാണ് റബ്ബേ. സ്വർഗം എന്തൊരു മനോഹരമാണ്. ഇതിനോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ കൊച്ചുകാലത്തെ ദുനിയാവിലെ ജീവിതത്തിലെ ദുരിതങ്ങൾ എത്ര നിസ്സാരമാണ് റബ്ബേ എന്ന് മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നിമിഷത്തിലും ശ്വാസമെടുക്കുന്ന നമ്മുടെ ശ്വാസം അങ്ങ് നിലച്ചുപോയാൽ കാണുന്ന ഒരു ലോകത്തിൻ്റെ അനുഭവമാണിത്. മരണം എന്ന നമുക്കാർക്കും ഒരു പ്രഡിക്ഷനും വിധേയമാവാൻ, ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഒരു മുൻകരുതലെടുക്കാൻ പോലും പറ്റാത്ത, പ്രതിരോധം ചെയ്യാൻ പറ്റാത്ത, ഏതൊക്കെ വഴിയിലൂടെയാണത് വരികയെന്ന് പോലും അറിയാത്ത ആ ഒരു മരണമെന്ന അവസാനത്തെ, ഈ ലോകത്തിൻ്റെ അവസാനവും നാളത്തെ പരലോകത്തിൻ്റെ ആദ്യ ദിവസവുമായ ആ ഒരു മരണം നടക്കുന്ന നാളിനോട് ചേർത്ത് വെക്കുമ്പോൾ പരലോകത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും അനുഭവങ്ങൾ രണ്ടാണ് എന്ന് പുണ്യനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കോഴിക്കുഞ്ഞ് ഒരു മുട്ടയിൽ നിന്ന് വിരിഞ്ഞു പുറത്തിറങ്ങുന്ന പോലെ കോഴിക്കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി ആ കോഴിക്കുഞ്ഞു തന്നെ അതിൻ്റെ മുട്ടയുടെ തോട് കുത്തിപ്പൊളിച്ച് പുറത്ത് കിടക്കുന്ന പോലെ ലോകം ഭൗതികമായി ഈ ലോകത്തിൻ്റെ ആ ഒരു കവചം കൊത്തി തുറന്നുകൊണ്ട് പൊട്ടിച്ചുകൊണ്ടാണ് നമ്മൾ മരണത്തിലേക്ക്, പരലോകത്തേക്ക്, ഖബറിലേക്ക് ജീവിതം ആരംഭിക്കുന്നത്. കോഴിക്കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ പൊട്ടിക്കുന്നത് എന്ന പോലെ മനുഷ്യരുടെ മരണം എല്ലാം അവസാനിച്ചു തീരുന്നതല്ല എന്നും അള്ളാഹുവിൻ്റെ മുമ്പിലേക്കുള്ള യാത്രയുടെ ആദ്യപടിയായ ആലമുൽ ബർസഖ് എന്ന വിശാലമായ ലോകത്തിൻ്റെ ഒരു തുടക്കമാണത്രേ അത്. ബിസ്മില്ലാഹ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله اثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا
വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. യാ അയ്യുഹല്ലദീന ആമനൂ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ സ്രഷ്ടാവായും പുണ്യ നബിയെ അന്ത്യപ്രവാചകരായും വിശ്വസിക്കുന്ന ജനങ്ങളെ, മാലക്കും ഇദാ ഖീല ലകും ഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും മിനൽ അർള്, നിങ്ങളുടെ രാജ്യത്തിനോ നാടിനോ നിങ്ങളുടെ വിശ്വാസത്തിനോ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ, അവിടുത്തെ ഭരണാധികാരി ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ മരണം പേടിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സൂറത്തു തൗബ. അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, പരലോകത്തേക്ക് വരാൻ നിങ്ങൾക്ക് മടിയാണോ? പരലോകത്തേക്ക് വരാൻ നിങ്ങൾക്ക് മടിയാണോ? നിങ്ങൾക്ക് പരലോകത്തേക്കാളും ഇഷ്ടം ഭൗതിക ലോകമാണോ എന്ന അല്ലാഹുവിൻ്റെ ചോദ്യം. നിങ്ങൾക്ക് വരാൻ മടിയാണല്ലേ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. അനന്തമായ കണ്ണുകളെ കൊണ്ടോ ചിന്തയെ കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത പാരത്രിക ലോകത്തേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഭൗതിക ലോകം എത്ര ചെറുതാണെന്ന് നിങ്ങൾക്കറിയുമോ? അതിന് ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിക്കണം. ഒരു വലിയൊരു ടവർ, ഒരു ബിൽഡിംഗ്, ഈ ഒരു മുനാര, ഇതൊരു ടവറാണ് അല്ലേ? ഈ മുനാരത്തിൻ്റെ ടവർ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കിയിട്ട് സൂര്യനെ ദൂരെ കാണിച്ചു കൊടുത്ത്, സൂര്യനാണോ ഈ ടവറാണോ വലുത് എന്ന് ചോദിച്ചാൽ കുഞ്ഞ് പറഞ്ഞേക്കാം ഈ ടവർ തന്നെ എന്ന്. ബുദ്ധിയുള്ളവർക്കറിയാം അതല്ലല്ലോ. സൂര്യൻ എത്ര മടങ്ങ്, എത്ര ലക്ഷക്കണക്കിന് മടങ്ങ് ഭൂമിയേക്കാൾ വലിപ്പമുണ്ട്. കുട്ടി പറയും അത് ചെറുതും ഇത് വലുതുമാണ്. സത്യത്തിൽ അതാണോ? അല്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് 9 മാസം, അറബ് കണക്ക് പ്രകാരം 10 മാസം പ്രായമായി കുഞ്ഞ് പ്രസവിച്ച് ഭൂമിയിലേക്ക് വരാൻ പോകുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നു എന്ന് സങ്കല്പിക്കുക. മോനെ, നീ ഇനി പോകാൻ പോകുന്നത് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നാൽ നീ കാണാൻ പോകുന്ന ലോകം വിശാലമായൊരു ലോകമാണ് മോനെ. നിനക്കവിടെ ഫ്ലൈറ്റ് എടുത്ത് പറക്കാൻ പറ്റും, ഓടിക്കളിക്കാൻ പറ്റും, ചാടിക്കളിക്കാൻ പറ്റും. അരുവികളുണ്ട്, പുഴകളുണ്ട്, നദികളുണ്ട്, ആറുകളുണ്ട്, നിനക്ക് നീന്തി തുടിക്കാൻ പറ്റും എന്ന് ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞാൽ ഉമ്മയുടെ ഉദരത്തിൽ കൈയും കാലും പൂട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു കുഞ്ഞൊരു പക്ഷെ പറഞ്ഞേക്കാം, എന്ത് തമാശയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ ഈ നിൽക്കുന്ന ലോകം എനിക്ക് സുരക്ഷിതമാണ്, ഞാൻ ഇവിടം വിട്ട് എവിടേക്കും വരാൻ ആഗ്രഹിക്കുന്നു പോലുമില്ല, എനിക്കിവിടം സുഖമാണ്. അങ്ങനൊരു വിശാല ലോകമുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ എനിക്കാവുന്നില്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ലല്ലോ എന്ന് ഒരു പിഞ്ചു ശിശുവിന് പറയാൻ കഴിയുമെങ്കിൽ, അതുപോലെയാണ് ഈ ലോകം കഴിഞ്ഞ് അനന്തമായൊരു ആഖിറമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നത് അത് സംഭവിക്കുമോ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ ഖലീൽ. വളരെ നിസ്സാരമാണത്രേ ഈ ഭൗതിക ലോകം. 60-70 വയസ്സെന്ന് കഴിയുമ്പോഴേ, 63 കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വയസ്സ് കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് യാത്ര പോയ സമയമായി കഴിഞ്ഞു. അതിൻ്റെ മുമ്പും ശേഷവും എപ്പോഴും നമുക്ക് യാത്രയാവാം. ആ ഒരു യാത്രയെ നിങ്ങൾ പേടിക്കുകയാണോ? അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, നിങ്ങളുടെ മെഹബൂബും സ്നേഹഭാജനവുമായ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങൾ കൊതിക്കുന്നില്ലയോ? ഇവിടം വിട്ട് പോരില്ല എന്ന് നിങ്ങൾ പറയുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നത്. ഭൗതികതയെ മാത്രം പ്രേമിക്കുന്ന, ഭൗതികതയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനപ്പുറം ഇനി ഒന്നുമില്ല എന്ന് വാദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ ഒന്ന് അർത്ഥം വെച്ച് നോക്കൂ. എത്ര മനോഹരമാണിത്. അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ. ചിന്തകൾ അനിവാര്യമാണ്.
മനുഷ്യൻ അല്ലാഹു നൽകുന്ന ബ്രെയിൻ കേവലം തിന്നാനും കുടിക്കാനും ഭോഗിക്കാനും സുഖിക്കാനും മാത്രമുള്ളതല്ല. ആ ചിന്തകൾക്കപ്പുറം സൃഷ്ടിപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ബുദ്ധിയാണിത്. കണ്ണുകളെ കൊണ്ട് കാണപ്പെടാൻ കഴിയാത്ത ലോകങ്ങളെ മനുഷ്യന്റെ ബൗദ്ധികമായ ബുദ്ധിപരമായ ചിന്തകളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി എണീറ്റ് നിൽക്കുന്നു. പുണ്യ നബി നിസ്കരിക്കാൻ വേണ്ടി എണീറ്റതാണ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ആ ഹദീസ്. ഖാമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇഹ്ദൽ ലയാലി. അന്ന് വിശുദ്ധമായ മദീന, പുണ്യ നബിയുടെ മദീന, ശാന്തസുന്ദരമായ മദീന, ഇസ്ലാം അതിൻ്റെ വളക്കൂറുള്ള മണ്ണായി അതിന് അല്ലാഹു നൽകിയ മദീന, പുണ്യനബിയുടെ ദീനിന്റെ പ്രചാരണം ദ്രുതഗതിയിൽ പടർന്നു പന്തലിച്ച മദീന, ദീനിന്റെ ആസ്ഥാനമാണ് അവിടെ. ലോകത്തിന്റെ ഗുരുവാണ് അവിടെയുള്ളത്, ലോകത്തിന്റെ അന്ത്യപ്രവാചകരാണ് അവിടെയുള്ളത്, മുസ്ലിമീങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹബീബാണ് അവിടെയുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന ശാന്തമാണ്. എന്നും അന്നും ഇന്നും എപ്പോഴും അങ്ങനെയാണ്. ഹവാ പാകീസ പാകീസ, ഫിസാ സംജീദ സംജീദ, ബസ്വാറത്ത് ഖോ ഗയി ലേക്കിൻ ബസ്വീറത്ത് തോ സലാമത്ത് ഹേ, മദീന ഹംനെ ദേഖാ ഹേ മഗർ നാദീദ നാദീദ. ശാന്തമായ ഒരു രാവിൽ പുണ്യനബി എഴുന്നേറ്റിരിക്കുന്നു. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, വിളക്കുകളില്ല, ഊതി കത്തിക്കാൻ പോലും പറ്റാത്ത കല്ലുകൾ ഉരസി ഉണ്ടാക്കുന്ന തീപ്പെട്ടിയെ അന്നുള്ളൂ. ഇന്ന് കാണുന്ന തീപ്പെട്ടി പോലുമല്ല അത്. ഇരുളാണ്, ഇരുട്ടാണ്. ഒരു അലാം വെക്കാനുള്ള ക്ലോക്ക് പോലും ഇല്ല എന്ന് നമ്മൾ അറിയണം. ബോഡി ക്ലോക്കുകളെ വർക്ക് ചെയ്യുകയുള്ളൂ. ഞെട്ടി ഉണരുകയാണ്. എല്ലാവരും കിടന്നുറങ്ങുന്ന നേരം, മദീന നിശബ്ദമായി ഉറങ്ങുന്ന നേരം, ലോകത്തിന്റെ ഗുരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നൗമിഹി ഫീ ആഖിരിൽ ലൈൽ. രാത്രി വിട പറയാൻ പോകുന്ന രാത്രിയുടെ അവസാന യാമങ്ങളിൽ സുബ്ഹിക്ക് വാങ്ക് വിളിക്കാൻ ഒരു 1.5 മണിക്കൂർ ബാക്കി നിൽക്കെ, ഫതവല്ലഅ മിൻ ശന്നി ഖിർബത്തിൻ കാനത് മുഅല്ലഖ, അവിടുത്തെ പരിശുദ്ധമായ വീടിന്റെ ഉമ്മറത്ത് തൂക്കിയിട്ടിരുന്ന ഒരു തോൽപാത്രത്തിലെ വുദൂഇന്റെ വെള്ളമുണ്ട്. ആ വെള്ളം എടുത്ത് പുണ്യനബി വുദൂ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم نظر الى السماء, എന്നിട്ട് ആകാശലോകത്തേക്ക് നോക്കി നിന്നു പുണ്യ റസൂൽ. നോക്കണം, ആസ്ട്രോണമി പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, കോസ്മോളജി പഠിക്കണം, പ്രപഞ്ചത്തെ പഠിക്കണം. ഇത് അല്ലാഹുവിനെ അറിയാനുള്ള പുസ്തകമാണ്. അവിടുന്ന് ആകാശത്തേക്ക് കണ്ണുയർത്തി, തല ഉയർത്തി. എന്നിട്ട് സൂറത്തു ആലി ഇംറാനിലെ അവസാനത്തെ 10 ആയത്തുകൾ ആകാശം നോക്കി പുണ്യനബി ഓതുകയാണ്. അത് പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. പുണ്യനബി ഓതുകയാണ്. ഈ ആയത്തുകൾക്ക് പ്രത്യേകതയുണ്ട്. സൂറത്ത് ആലി ഇംറാനിലെ 190 മുതൽ താഴേക്കുള്ള ആയത്തുകൾ അറബി ഭാഷ അറിയുന്ന, ഖുർആനിന്റെ വ്യാഖ്യാനം അറിയാൻ കഴിവുള്ള ആളുകൾ, വായിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
അവര് അർത്ഥമറിയാതെ അതിൻ്റെ ആശയം പഠിക്കാതെ വെറുതെ ഓതിപ്പോയാൽ പോലും കുറ്റകരമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ആയത്തുകളാണിത്. വെറുതെ ഓതിപ്പോയാൽ ശിക്ഷയാണത്രേ, ഓതണ്ട എന്നല്ല പറയുന്നത്. ആ ആയത്തുകളുടെ അർത്ഥം പഠിച്ചു വെക്കണം. സൂറത്ത് ആലി ഇംറാൻ 190 മുതൽ താഴേക്കുള്ള ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ അല്ലാഹു പടച്ചു വെച്ചത്, പ്രപഞ്ചത്തെ പടച്ചത്. സമാവാതു വൽ അർദ്, പ്രപഞ്ച ആകാശങ്ങളും ഭൂമിയും എന്നത് പ്രപഞ്ചം ഒന്നാകെ എന്ന അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ് ഖുർആനിൻ്റെ അത്തഅബീറുൽ ഖുർആനി ലിൽ കൗൻ. പ്രപഞ്ചത്തെക്കുറിച്ച് അള്ളാഹ് ഉപയോഗിക്കുക അങ്ങനെയാണ്, സമാവാതു വൽ അർദ്. പ്രപഞ്ചത്തിന് ഒരു കേന്ദ്രബിന്ദു ഉണ്ടെങ്കിൽ ആ കേന്ദ്രം എവിടെയാണെന്ന് ഇന്ന് നമുക്കറിയില്ല. താരസമൂഹങ്ങളുടെ സമൂഹമാണ് പ്രപഞ്ചം, താരസമൂഹങ്ങളുടെ സമൂഹം. മിൽക്കി വേല നമ്മളുള്ളത് ക്ഷീരപഥത്തിൽ. നമുക്ക് ചുറ്റുവട്ടങ്ങളിലും ആയിരക്കണക്കിനെന്നല്ല, ദശലക്ഷക്കണക്കിനെന്നല്ല, ബില്യൺ കണക്കിന് താരസമൂഹങ്ങളുണ്ട്. ഓരോ താരസമൂഹത്തിലും മോർ ദാൻ എ ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രവും ഭൂമിയെക്കാളും 10 മടങ്ങ് വലുപ്പമുള്ളത്. പടച്ചവനെ, നീ പടച്ച ഈ പ്രപഞ്ചത്തിനൊരു കേന്ദ്രമുണ്ടെങ്കിൽ ആ കേന്ദ്രം ഭൂമിയാവണം എന്നൊരു സൂചന ഖുർആനിലുണ്ട്. നമ്മൾ തറപ്പിച്ചു പറയുകയല്ല. അതുകൊണ്ടാണ് സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും എന്ന് പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നമ്മൾ കാലുകൊണ്ട് ചവിട്ട് നടക്കുന്ന ഭൂമി. എവിടുന്നാണ് മൺതരികൾ ഉണ്ടായത്? ഇല്ലായ്മയിൽ നിന്ന്. എവിടെന്നാണ് പാർപ്പിടികൾ ഉണ്ടായത്? എവിടെന്നാണ് ചെടികൾ രൂപപ്പെട്ടത്? എവിടെന്നാണ് കൊച്ചു കൊച്ചു ജീവികൾ ഉണ്ടാകുന്നത്, പക്ഷികൾ ഉണ്ടാകുന്നത്, റെപ്റ്റൈൽസുകൾ ഉണ്ടായത്, ഫ്ലൈസുകൾ ഉണ്ടായത്? എവിടുന്നാണ് ഇതൊക്കെ? ആരാണ് ഇവക്ക് ജീവൻ കൊടുത്തത്? ജീവൻ എന്നത് ജീവൻ കൊടുത്ത ഒരാളുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. Where there is a life, there should be a life giver. ജീവനുള്ളിടത്ത് ജീവൻ കൊടുത്ത ഒരാൾ വേണം. ആ ജീവൻ കൊടുത്ത ആൾ ആരാണ് എന്ന അന്വേഷണം മനുഷ്യനെ എത്തിച്ചേരുന്നത്, മനുഷ്യൻ അവസാനം അതിന് ഉത്തരം കാണുന്നത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഭൂമിയെയും ആകാശങ്ങളെയും പടച്ചതിലുണ്ട് റബ്ബേ. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, നട്ടുച്ച നേരത്ത് നമുക്ക് ഇങ്ങനെ കസേര ഇരിക്കാൻ പറ്റുമോ? ഈ മുടിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ ഈ മഹല്ല്, ഈ ഒരു പള്ളിയുടെ മുറ്റത്ത് വെയിലത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. രാത്രിയായി, രാത്രി കൂളാണ്, വളരെ തണുപ്പാണ്, ശാന്തമാണ്, വളരെ മനോഹരമാണ്. ഈ രാത്രിയെ അല്ലാഹു ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഓവർലാപ്പ് ചെയ്യുകയാണ്, ഭൂമിയെ കവർ ചെയ്യുകയാണ്. ഒന്ന് ഗൂഗിൾ മാപ്പ് എടുത്താൽ കാണാൻ പറ്റും, ലൈവ് ഗൂഗിൾ മാപ്പുകൾ. ഇപ്പോൾ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം, ഇപ്പോൾ UAE ഗൾഫ് നാടുകളൊക്കെ ഇങ്ങനെ ചിരിച്ചിരി പടിഞ്ഞാറോട്ട് അങ്ങ് ഈജിപ്ത് വരെ ഏകദേശം ഇപ്പം ഇങ്ങനെ ഡാർക്കായി കാണും. അവിടെ നിന്ന് അങ്ങോട്ട് ആഫ്രിക്ക, അങ്ങ് അൾജീരിയ, അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പസഫിക്, അങ്ങോട്ടിങ്ങനെ കൂടിക്കൊണ്ടുവരിക. ഇരുളിങ്ങനെ മെല്ലെ 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 വന്നുകൊണ്ടിരിക്കുകയും അപ്പോഴും അവിടെ വെളിച്ചം, ഇവിടെ ഇരുട്ട്. ഈ ഇരുട്ടിങ്ങനെ മെല്ലെ മെല്ലെ കവറായി ഭൂമിയെ അള്ളാഹു ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഭൂമി തിരിയുന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് സൂര്യപ്രകാശം ഇവിടെ പകലായി മാറുന്നു. ഇരുളും പകലും അള്ളാഹു സംവിധാനിക്കാൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകണം? അള്ളാഹു കൃത്യമായ സ്പീഡ് വേണം. ആ സ്പീഡിൽ വേരിയേഷൻ വന്നാൽ ഉദയാസ്തമയ സമയങ്ങൾ നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. വളരെ പ്രിസൈസ്, ആക്യുറേറ്റ്, വളരെ മനോഹരമായി റബ്ബ് ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായ പോയിന്റുകളിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് ഇവിടെ രാവും പകലും ഉണ്ടായത്. ഇതൊരു ബിഗ് ബാങ്ങിൻ്റെ ഒരു റാൻഡം പ്രോസസ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഒരു ഡിസൈനർ വേണ്ടയോ? ഒരു ഫാഷനർ നിർബന്ധമല്ലേ? പ്രപഞ്ചം, the world exhibits shapes. പ്രപഞ്ചത്തിന് ഡിസൈനുണ്ട്, ഷേപ്പുണ്ട്. The design demands a designer. അല്ലാഹു അൽ മുബ്ദിഅ, ഡിസൈനറാണ്. അല്ലാഹു ഡിസൈനറാണ്. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ഹബീബ് നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആയത്ത് പുണ്യ നബി അന്ന് രാത്രിയിൽ മദീനയുടെ നിശബ്ദതയിൽ വുദുവെടുത്ത് നബി തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. 4 റക്അത്ത്, 8, 13, 20, 30 എണ്ണമറ്റ റക്അത്തുകൾ ഹബീബിന്റെ രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊരു രാത്രി
വുദൂഎടുത്ത് നബി തങ്ങൾ പുറത്തേക്കിറങ്ങി ഈ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമാണ് റബ്ബേ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. പ്രപഞ്ചത്തെ അല്ലാഹു പടച്ച് സംവിധാനിച്ചത്, എവിടെന്നാണ് താരസമൂഹങ്ങൾ ഉണ്ടായത്, എവിടെന്നാണ് സൂര്യൻ ഉണ്ടായത്, എവിടെന്നാണ് സൂര്യന് കൃത്യമായ വെളിച്ചം അല്ലാഹു നൽകുന്നത്. ആ വെളിച്ചത്തിൽ ഏറ്റക്കുറവുകൾ വരുന്നുണ്ട്. ആ വെളിച്ചം വളരെ കൃത്യമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് വളരെ അനുയോജ്യമായ രീതിയിൽ അല്ലാഹു കൊടുക്കുന്ന ഈ ഹീറ്റ് എന്തുകൊണ്ട് തീർന്നു പോയില്ല? കോടാനുകോടി കൊല്ലങ്ങളായില്ലേ സൂര്യൻ കത്താൻ തുടങ്ങിയിട്ട്? കാർബണും ഹീലിയം അടക്കമുള്ള മൂലകങ്ങളുടെ പ്രവർത്തനങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ആരാണ് ഇതിനെ കൃത്യമായി കൊണ്ട് നടക്കുന്നത്? സൂര്യപ്രകാശമില്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. സൂര്യപ്രകാശമില്ലെങ്കിൽ ജീവൻ നിലനിൽക്കില്ല ഭൂമിയിൽ. ഇവയൊന്നുമില്ലെങ്കിൽ മനുഷ്യർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുക പോലുമില്ല. അല്ലാഹുവേ, വശംസി വളുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശം, ഫോട്ടോസിന്തസിന്റെ കാര്യം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പ്രപഞ്ചത്തിൽ ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് സൂര്യന്റെ ചൂടാണ്. കാലാവസ്ഥകൾ മാറി മാറി വരുന്നത് സൂര്യപ്രകാശത്തിന്റെ ഇടപെടലാണ്. അതുകൊണ്ടാണ് സൂര്യപ്രകാശത്തെ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം, ഇരുൾ മൂടുന്ന രാത്രിയെ തന്നെയാണ് സത്യം, പ്രഭ പരത്തുന്ന പകലിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ. എത്രയാണ് അല്ലാഹു നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്, അല്ലാഹു ആഹ്വാനം ചെയ്യുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഓതുകയാണ്. അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്, ചിന്തിക്കാനുണ്ട്. വെറുതെ ഒന്ന് ചെന്ന് ഒരു സീന് കാണുമ്പോൾ, ഒരു വാട്ടർഫാൾ കാണുമ്പോൾ, ഒരു ചെടി കാണുമ്പോൾ, പൂക്കൾ കാണുമ്പോൾ, പുഴ കാണുമ്പോൾ, ബീച്ച് കാണുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് പോരാൻ മാത്രമുള്ളതല്ല. നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ഭൂമിയെ അല്ലാഹു എത്ര കൃത്യമായ ലെവലിലാണ് വെള്ളത്തെ അല്ലാഹു നിർത്തിയിട്ടുള്ളത്. ആ വെള്ളം ഓവർഫ്ലോ ആവുന്നില്ല. ബീച്ചുകളിൽ നിൽക്കുകയാണ്, കരകവിഞ്ഞൊഴുകുന്നില്ല. അത് ഭൂമിയാണെങ്കിലോ ഉരുണ്ടത്. ഒരു ഉരുണ്ട പാത്രത്തിൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ ആ വെള്ളം താഴേക്ക് പോകില്ലേ? ആ വെള്ളം മുഴുവൻ അതിനെ കവർ ചെയ്യില്ലേ? ഈ ഉരുണ്ട് കിടക്കുന്ന ഭൂമിയിലെ കരയുടെ 2/3 ഭാഗം വെള്ളം. എങ്ങനെയാണ് ഗ്രാവിറ്റി കൊണ്ട് അല്ലാഹു പിടിച്ചു നിർത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, الذين يذكرون الله. ആർക്കാണ് ഇതിലൊക്കെ പാഠങ്ങളുള്ളത് എന്നറിയണേ? ആർക്കാണ് പാഠങ്ങൾ പഠിക്കാൻ പറ്റുക? ഇതൊക്കെ വെറുതെ ഒരു റാൻഡം പ്രോസസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ചിന്തയെ അടിയറവ് വെച്ചവരോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഒരു ഗവേഷണം നടത്തുമ്പോഴേ ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്താ ചെയ്യുക? താൻ ഉദ്ദേശിക്കുന്ന ആ വിഷയം അതിലുണ്ട് എന്ന ഭാവനയിലാണ് ഗവേഷണം തുടങ്ങുക. അപ്പോഴാണ് വിവിധ വഴികളിലൂടെ റിസൾട്ടിലേക്ക് എത്തുള്ളൂ. പടച്ചവനെ നിഷേധിക്കുന്നവർ ആദ്യം ഗവേഷണം തുടങ്ങുന്നത് ഇല്ല എന്ന് പറഞ്ഞിട്ടാ, ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലല്ലേ അന്വേഷണം ജയിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ മാത്രം അത് ചെയ്യൂല. നോക്കണേ, എത്ര വലിയ ദൗർഭാഗ്യമാണത്, എത്ര വലിയ നഷ്ടമാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നവർ. എങ്ങനെയൊക്കെ? ഖിയാമൻ, നിന്നുകൊണ്ടും, വഖുഊദൻ, ഇരുന്നുകൊണ്ടും പടച്ചവനെ ഓർക്കുന്നവർ. വഅലാ ജുനൂബിഹിം, എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടപ്പറകളിൽ, ബെഡുകളിൽ കിടന്ന് ഒന്ന് എണീക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ വിധേയമാകുന്ന രോഗികൾ പോലും, കിടന്നുറങ്ങുന്ന മനുഷ്യരടക്കം, ഇവരെല്ലാം പടച്ചവനെ ഓർക്കുന്നവരാണെങ്കിൽ അവർ ബുദ്ധിമാനികളാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ഈ പ്രപഞ്ചത്തെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒന്ന് പറയണേ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്.
സുബ്ഹാനകൽ ഖാലിഖ്, സൃഷ്ടാവായ റബ്ബേ നീ എത്ര പരിശുദ്ധനാണ് എന്ന് പറയേണ്ടതിനു പകരം അല്ലാഹുവിനെ നിഷേധിക്കുന്നത് എത്ര വലിയ പാതകമാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഈ പ്രപഞ്ചത്തെ നീ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നിന്നെ നിഷേധിക്കുന്നവർക്ക് നീ ഉണ്ടാക്കി വെച്ച നരകം, ആ നരകത്തിലേക്ക് പോകാതെ ഞങ്ങളെ കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എത്രേ ബുദ്ധിമാനികൾ. അവർക്കാണ് തലച്ചോറുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. ദൈവനിഷേധികൾക്ക് എന്ത് ബുദ്ധിയുണ്ടെന്നാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രൈം മൂവറെ കണ്ടെത്താൻ കഴിയാത്തവർ, അങ്ങനെ ഒരു എഫക്റ്റ് വരുമ്പോൾ അതിന് കോസ് വേണമെന്ന നോർമൽ ലോജിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തവർക്ക് എന്ത് ബുദ്ധി എന്നാണ് നിങ്ങൾ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ. പടച്ചവനെ, ഈ ലോകത്തെ കൊച്ചുനാൾ ഒരു 60-70 കൊല്ലത്തെ ഒരു ജീവിതം കഴിഞ്ഞ് പിന്നീട് പോകാനുള്ളത് നരകത്തിലേക്കാണെങ്കിൽ അത് എത്ര വലിയ ദുര്യോഗമാണല്ലോ, അത് എത്ര വലിയ പരാജയമാണ്. എന്നാൽ ആ ഒരു 60-70 വർഷക്കാലം പടച്ചവൻ അംഗീകരിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് പിന്നീട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയേണ്ടവർ, അവരല്ലയോ സൗഭാഗ്യവാന്മാർ എന്ന് അള്ളാഹു പറയുന്ന ഭാഗമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ അന്ന് പുറത്തിറങ്ങി നടന്ന് ആകാശത്തേക്ക് നോക്കി ആയത്തിന്റെ ആശയങ്ങളിലൂടെ നബി തങ്ങൾ ജീവിക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മുടെ ബുദ്ധി, തലച്ചോറ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ദ മാർവൽ ഓഫ് ക്രിയേഷൻ, അതിൻ്റെ അത്ഭുതങ്ങളെ അഡ്മയർ ചെയ്യാനുള്ളതാണ്. പടച്ചതമ്പുരാനെ അർഹിക്കുന്ന ഡ്യൂ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കേണ്ടവരാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ സാധനങ്ങൾക്ക് പോലും ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കിയ ആളില്ല എന്ന് പറയാൻ മാത്രമുള്ള മൗഢ്യത്വം ഒരു മനുഷ്യനും ഉണ്ടാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ. സൃഷ്ടാവിനെ അറിയുന്നത് സ്വന്തം മാതാപിതാക്കളെ അറിയുന്നതിനേക്കാളും വലുതാണ്. പടച്ചവനെ നിഷേധിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ നിഷേധിക്കുന്നതിനേക്കാളും ഗുരുതരമാണ്. തൻ്റെ അസ്തിത്വത്തിന്റെ, തൻ്റെ വുജൂദിന്റെ സബബ്, തൻ്റെ the reason of his existence, നമ്മുടെ മാതാപിതാക്കളുടെ അസ്തിത്വത്തിന്റെ കാരണം അല്ലാഹുവാണ്, ഖാലിഖു കുല്ലി ഷൈ. അതുകൊണ്ട് അള്ളാഹു മനുഷ്യനെ ജീവിപ്പിക്കുന്നത് ഈ ഒരു ലോകത്തെ ജീവിതം കഴിഞ്ഞ് അവസാനിപ്പിച്ച് കുഴിച്ചു മൂടുകയല്ല. ഖബറിലേക്ക് പോകുന്നത് അടുത്ത ഒരു ജന്മമാണ്, അടുത്ത ഒരു ലോകമാണ്. അടുത്തൊരു ലോകം നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്ന ആ ലോകത്തെ നമ്മൾ വിദൂരമായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ തൊട്ടരികത്താണുള്ളത്, അല്ലേ? നമ്മൾ വിദൂരമായി കാണുന്ന മരണം, അത് പത്രത്തിൽ ആരുടെയൊക്കെ പേര് നാളെ വരും, ഞാനില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേ നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാതെ അള്ളാഹുവിൻ്റെ സുനിശ്ചിതമായ ഒരു തീരുമാനത്തെ അല്ലാമ ഇബ്നുൽ ജൗസിയുടെ ഒരു കിതാബുണ്ട്, സ്വൈദുൽ ഖാതിർ. അതില് ഇഫാഖത്തുൽ മുഹ്തദിർ, മരണമാസന്നമാകുന്ന മനുഷ്യനെ ബോധം തെളിയുന്ന ചില രംഗങ്ങൾ മഹാൻ വിവരിക്കുന്നുണ്ട്. കാണാത്ത കാഴ്ചകൾ കാണുന്ന നേരമാണ് മരണമാസന്നമാകുന്ന നേരം. മലക്കുകളെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മലക്കുകളെ നമ്മൾ കാണുന്നുണ്ടോ? അവർ അദൃശ്യ ലോകത്താണ്. മരണമാസന്നമാകുന്ന ഒരാൾ മലക്കുകളെ കാണുമെന്ന് വിശുദ്ധ ഖുർആൻ. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സത്യവിശ്വാസികൾ മരണപ്പെടുമ്പോൾ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് വരുന്നില്ലേ എന്ന് അവരെ ക്ഷണിക്കാൻ മലക്കുകൾ വന്ന് വിളിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സൗഭാഗ്യം നമുക്ക് നൽകട്ടെ.
നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, നമ്മളോട് ബന്ധമുള്ള, സ്നേഹമുള്ള, കടപ്പാടുള്ള നമ്മുടെ ജീവിതത്തിൽ പല നിലക്കും നാമുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ, അല്ലാഹുവേ, ഇൽമിന്റെ അഹ്ലുകാർ, ദീനിന്റെ ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അതിന് തൗഫീഖ് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു ലോകം ദൂരെയല്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് മഹാനായ ഹബീബുൽ അജ്മി റഹ്മത്തുള്ളാഹി അലൈഹി. നേരം വെളുത്താൽ തൻ്റെ ഭാര്യയോട് പറയുമത്രേ, യുഗസ്സിലുനീ ഫുലാനുൻ വയുകഫിനുനീ ഫുലാൻ. നേരം വെളുത്താൽ ഭാര്യയോട് പറയും, ഇന്നെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത് ഇന്ന ആളാണ്, പേര് പറയും. ഇന്ന ആളാണ് എന്നെ കഫംപട അണിയിക്കേണ്ടത് എന്ന് പേര് പറയും. നടക്കാൻ പോകുന്ന ഒരു സംഭവം വിദൂരമല്ല, അരികത്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു മനുഷ്യൻ വിജയിക്കുന്നത്. ദൂരെയല്ല. നമ്മൾ വിചാരിക്കേണ്ട നമുക്ക് ആയുസ്സിന്റെ വലിയൊരു ഭാഗം എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. മേ ഓർ മേ നോട്ട് ബി, നമുക്കറിയില്ല. നിങ്ങൾ ദൂരെയാണെന്ന് വിചാരിക്കുന്നു, അത് അരികത്തു തന്നെയാണ്. അത് ദൂരെയാവണം എന്നല്ല പറയുന്നത്, അതിൽ ബറക്കത്തുണ്ടാവാൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച 2 കാരണങ്ങൾ. ഒന്ന് കുടുംബ ബന്ധം ചേർത്തലാണ്, മറ്റൊന്ന് സ്വന്തം മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യലാണ്. ഇത് രണ്ടുമുള്ളവർക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കും എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അരികത്ത് കിടക്കുന്നതാണ് എന്ന മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരലോകത്തിന്റെ ചിത്രം ഉൾക്കൊണ്ടു എന്ന് പറയാൻ കഴിയുന്നത്. ആരിഫീങ്ങൾ, മഹാനായ കൂഫ കണ്ട, ഇറാഖ് കണ്ട, ലോകം കണ്ട സൂഫിവര്യനായിരുന്ന മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവരുടെ മുമ്പിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ ഗീബത്ത് പറഞ്ഞപ്പോ, പരദൂഷണം പറഞ്ഞപ്പോ, മഹാനായ മഅറൂഫ് എന്ന ശൈഖ് അവറുകൾ പറഞ്ഞ മറുപടി, നിന്റെ കണ്ണുകൾക്ക് മീതെ ആ പഞ്ഞിയും പരുത്തിയും വെച്ച് മൂടുന്ന ആ ഒരു നാള് നീ ഓർക്കുന്നുണ്ടോ? ഒരാളെ പറ്റി കുറ്റം പറഞ്ഞപ്പോ, ഒരാളെ പറ്റി പറയാൻ പാടില്ലാത്തത് പരദൂഷണം, ഗീബത്ത് പറയല്ലേ എന്നതിന് മറുപടിയായി മഹാൻ പറയുന്നത്, നിന്റെ കണ്ണുകൾക്ക് മീതെ പഞ്ഞിയും പരുത്തിയും വെച്ച് മൂടിക്കെട്ടുന്ന ദിവസം നീ ഓർക്കുന്നില്ലയോ? മരണം നീ ഓർക്കുന്നില്ലേ? നിന്റെ മുമ്പിലേക്ക് വരുന്നത് അത് അരികത്തു തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ജനങ്ങൾക്ക് ഇഷ്ടമാണ് വണ്ടിയെടുത്ത് പോവാൻ, ഇന്നത് കുടിക്കണം, ഇന്നത് കഴിക്കണം എന്ന് തോന്നുമ്പോഴേക്കും ഓടുന്നു, ഇന്നയിടം കാണണമെന്നറിയുമ്പോഴേക്കും ഓടുന്നു, യാത്ര തുടങ്ങുന്നു. ഇത് മനുഷ്യനിഷ്ടമാണ്. മിനൻ നിസാഇ വൽ ബനീൻ, പെണ്ണുങ്ങളെയും മക്കളെയും, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ലോഹങ്ങളും അട്ടിയായി കുവിഞ്ഞുകൂടുന്നത്, ഇഷ്ടം പോലെ സ്വർണവും വെള്ളിയും പൈസയും ഉണ്ടാകുന്നത് മനുഷ്യന് ഇഷ്ടമാണ്. വൽ ഖൈലിൽ മുസവ്വമ, മനോഹരമായ കുതിരകൾ. അന്നത്തെ വാഹനമാണ്, അന്നത്തെ ഫാസ്റ്റസ്റ്റ് വെഹിക്കിളാണ് കുതിരകൾ. വളരെ സ്പീഡുള്ള വാഹനം, കുട്ടികൾക്കടക്കം സ്പീഡുള്ള വാഹനം ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മക്കൾ പോലും കാറ് വേണ്ടേ മോനെ എന്ന് വെച്ചാൽ പാപ്പ എന്നാൽ ഫെറാറി വാങ്ങിച്ചാൽ മതിട്ടോ എന്നാ പറയാം. അവർക്ക് അതിൽ കുറഞ്ഞൊന്നും വേണ്ടാന്ന്. ലംബോഗിനി, പടച്ചോനെ, നമുക്കും ചിന്തിക്കാൻ തന്നെ പേടിയാ, പടച്ചതൊക്കെ എങ്ങനെയാ ഇവിടുന്ന് വാങ്ങിക്കുക. കുട്ടികൾക്ക് പോലും അതിവേഗതയുള്ള വാഹനങ്ങൾ വേണം. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. മനുഷ്യരിൽ കന്നുകാലികളെ, പെറ്റ്സുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. വൽ ഹർസ്, കൃഷിയിടങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട്. എന്നാൽ ഇതൊക്കെ പറ്റി അല്ലാഹു പറയുന്നു, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ,
ഇത് നിങ്ങളുടെ ഈ ലോകത്തെ കുറച്ചു നാളത്തേക്കുള്ള ജീവിതത്തിൻ്റെ ചില സൗകര്യങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. പടച്ചവനിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാണാനിരിക്കുന്നത് അതിമനോഹരമാണ് കേട്ടോ, ഈ കണ്ടതൊന്നുമല്ല. ഇതിലും മനോഹരമായത് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിമായ ആണോ പെണ്ണോ മരണം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടവരല്ല. ഈ ലോകത്ത് നിന്നും എത്രയോ ഉത്തമമായ ഒരു ലോകത്തേക്കുള്ള ഒരു ട്രാൻസ്ഫറാണ് മരണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അതാണ് വിജയം. ഈ ലോകത്തെ വലിയ വിജയം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയം ബേജാറാവാതെ ടെൻഷനാവാതെ മരിക്കണമെന്നതാണ്. അതില്ലാതെ ബാക്കിയൊക്കെ ഉണ്ടായി മരണനേരത്താകെ വെപ്രാളപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് നിലവിളിച്ച് ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ذلك متاع الحياة الدنيا والله عنده حسن المآب قل أنبئكم بخير من ذلكم. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നഭവനം, സ്വപ്നവാഹനം, നിങ്ങളുടെ സൗകര്യങ്ങൾ, ഇതിനേക്കാളൊക്കെയും മനോഹരമായത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്ത്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അല്ലാഹു സ്വർഗീയ ആരാമങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു കണ്ണും കാണാത്തത്, ഒരു മനസ്സുകൊണ്ടും ചിന്തിക്കാൻ കഴിയാത്തത്, ഒരു ആർട്ടിസ്റ്റിന്, ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് പോലും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തത് അല്ലാഹുവിൻ്റെ സ്വർഗം അങ്ങനെയാണത്രേ. വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരു എഞ്ചിനീയർക്കോ ഒരു ഡിസൈനർക്കോ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ് സ്വർഗമെന്ന് പുണ്യനബി പറഞ്ഞു കഴിഞ്ഞു. ആർക്കും ഇത് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിലും അത് കിട്ടില്ല. മനുഷ്യന്റെ ചിന്തയിൽ പോലും അത് വരികയില്ല. അത്രയും മനോഹരമായ ഒരു സ്വർഗം അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നഷ്ടപ്പെട്ടെങ്കിൽ എന്താണ്? ഇവിടെ നഷ്ടപ്പെടുന്നത് നഷ്ടമല്ല എന്നും അതിനേക്കാളും വലുത് അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചു. ആ ലോകത്തെ റബ്ബ് പരിചയപ്പെടുത്തുന്നത് വഅസ്വാജും മുതഹ്ഹറ. പരിശുദ്ധരായ ഇണകൾ അവിടെ നിങ്ങൾക്കുണ്ട്. അവിടെ പരിശുദ്ധരായ ഇണകളുണ്ട്. വറിദ്വാനും മിനല്ലാഹ്. അതിനേക്കാളൊക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ തൃപ്തിയും നിങ്ങൾക്ക് നൽകപ്പെടും. അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെടും. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ആരൊക്കെയാണ് ഇവരെന്നറിയണോ? അവരുടെ ഒരു പ്രത്യേകത എന്ന മഹാപുസ്തകം വായിക്കുമ്പോൾ സ്രഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു വായന ചെയ്തവർക്കാണ് ആ സൗഭാഗ്യം. പ്രപഞ്ചമെന്ന പുസ്തകം വായിക്കുമ്പോൾ അതിലൂടെ അതിൻ്റെ സ്രഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞവർ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചവരാണ് റബ്ബേ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ, വഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ എന്ന് ദുആ ചെയ്യുന്ന വിശ്വാസികൾക്കാണ് ഈ ഭൗതികതയുടെ എല്ലാറ്റിനേക്കാളും വലുത് സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്കലാൻ, നമ്മൾ ഇന്ന് യുദ്ധം നടക്കുന്ന ഗസയുടെ യുദ്ധഭൂമിയിൽ നമ്മൾ കേൾക്കുന്ന പേരാണ് അസ്കലാൻ. അസ്കലാൻ, അഷ്കലാൻ എന്ന് പറയുന്ന അധിനിവേശത്തിന്റെ ഭാഗമാണ് അഷ്കലാൻ. ആ അഷ്കലാനിൽ ജീവിച്ചുപോയ ഹദീത്ത് പണ്ഡിതനുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ അല്ലാമത്തുൽ ഹാഫിൾ ഇബ്നു ഹജറുൽ അസ്ഖലാനി. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ നാടാണ് ഇന്ന് ജൂതന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന അഷ്കലാൻ. അത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ നാടാണ്. മഹാനവറുകൾ ഗാംഭീര്യമുള്ള ഒരു പണ്ഡിതനാണ്. നല്ല തലയെടുപ്പുള്ള ഒരു മഹാപണ്ഡിതൻ. അസ്കലാനിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ചെരുപ്പ് കുത്തിയായി നിൽക്കുന്ന ഒരു ജൂതൻ ചെരുപ്പ് കുത്തിയായി ഇവിടെ പണിയെടുക്കുന്നു. മഹാനവറുകളുടെ കൂടെ ആളുകളുണ്ട്, പരിവാരങ്ങളുണ്ട്. നടന്നു പോകുമ്പോ ഈ ജൂതൻ മഹാനവറുകളെ കൈനീട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പണ്ഡിതരെ, എനിക്കൊരു സംശയം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താണത്? ചോദിച്ചോളൂ.
ഖാല റസൂലുക്കും നിങ്ങളുടെ പ്രവാചകനല്ലയോ പറഞ്ഞത് അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ, ഈ ലോകം സത്യവിശ്വാസിയുടെ ജയിലാണ്, തടവറയാണ്, എന്നാൽ അവിശ്വാസിക്ക് സ്വർഗമാണ് ഈ ലോകം എന്ന് നിങ്ങളുടെ റസൂല് പറഞ്ഞിട്ടില്ലയോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണത്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിസനാണ്, അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പാരഡൈസ്. എന്റെ സംശയം, മഹാനവറുകളെ, ചെരുപ്പ് കുത്തിയായി അഴുകിയ ചെളി പിടിച്ച കീറിപ്പറഞ്ഞ ചെരുപ്പ് നന്നാക്കുന്ന ഞാനൊരു അവിശ്വാസിയാണെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? നിങ്ങളാണെങ്കിലോ നല്ല വസ്ത്രം ധരിച്ച് പരിവാരങ്ങളുടെ കൂടെ ഈ നടക്കുന്ന യാത്ര ഇസ്സത്തിൽ, ഭക്ഷണം, താമസം, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെ ആർക്കാണ് നരകം, ആർക്കാണ് ഇവിടെ സ്വർഗം? നിങ്ങളുടെ പ്രവാചകന്റെ വാക്ക് എങ്ങനെയാണ് ശരിയാവുന്നത്? എനിക്ക് നരകമല്ലേ, നിങ്ങൾക്ക് സ്വർഗവും? പ്രവാചകൻ പറഞ്ഞതോ നിങ്ങൾക്കിത് നരകമാണ് ഈ ലോകം, എനിക്ക് സ്വർഗമാണ്. എനിക്കെന്ത് സ്വർഗം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഒരു സുഖവുമില്ലാതെ ഒരു അന്നത്തിന് പോലും കഷ്ടപ്പെടുന്ന എനിക്ക് എന്ത് സ്വർഗമാണ് ഈ ലോകം? നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ ജൂതനോട് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അരികത്തേക്ക് വിളിച്ചു. ഇതിന് സമാനമായ സംഭവം സുൽത്താനുൽ ഉലമായി ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി തആല അലൈഹിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു ചോദ്യവും മറുപടിയും ഈജിപ്തിൽ വെച്ച്, ഇത് നടക്കുന്ന അഷ്കലാനിൽ വെച്ച്. മഹാൻ പറഞ്ഞു ജൂതനോട്, അള്ളാഹുവിന്റെ റിസാലത്തിനെ അംഗീകരിക്കാതെയും പടച്ചവന് വണങ്ങാതെയും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗമാണ്. വരാൻ പോകുന്ന ശിക്ഷ കണക്കാക്കിയാൽ ഇത് നിങ്ങൾക്ക് സ്വർഗമാണ്. ഇവിടെ ഇത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്കാണ് നിങ്ങൾ എറിയപ്പെടുന്നതെങ്കിൽ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് സ്വർഗമാണ്. അള്ളാഹുവിനനുസരിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ഞാനെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ അള്ളാഹു നൽകാൻ പോകുന്ന സ്വർഗത്തിലേക്ക് നോക്കിയാൽ ഞാൻ ഈ നിൽക്കുന്നത് ഒരു തടവറ പോലെയാണ്. ആ ഒരു മറുപടി സ്ട്രൈക്ക് ചെയ്തു ഈ മനുഷ്യനെ. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ കലിമ ചൊല്ലി വിശ്വസിച്ചൊരു ജൂതനുണ്ട് അഷ്കലാനിൽ. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ ഈ മറുപടിയാണ് കാരണം. ലോകത്തെ വീക്ഷിക്കുന്നത് സർവ്വജനങ്ങളും കാണുന്ന പോലെയല്ല ഈ ലോകം. ഇതിനപ്പുറത്തേക്കൊരു ലോകത്തെ കാണാൻ കഴിയുന്ന കണ്ണാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഭൗതികതയുടെ ഈ ഒരു ലഹരിയിൽ നിൽക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർഗവും ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നരകവും, നാളത്തെ മഹ്ശറയും അൽ ജന്നത്തു വന്നാർ, നാളത്തെ സിറാത്തും, കിതാബ് നൽകപ്പെടുന്നതും അമലുകൾ തൂക്കപ്പെടുന്നതും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്നതുമെല്ലാം വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെയും നമ്മുടെ ചിന്തയിലൂടെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകം നഷ്ടമാണ്, വട്ടപൂജ്യമാണ്. അതുകൊണ്ട് വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ചിന്തയാണ്. ആ ചിന്ത കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ വെറുതെയാണ്. പടച്ചതമ്പുരാൻ അറിയാതെയാണ് നമ്മൾ വണങ്ങുന്നതെങ്കിൽ, നിസ്കരിക്കുന്നതെങ്കിൽ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ നമുക്ക് കഴിയില്ല. എന്നാലും കാണുന്ന പോലെ ഒന്ന് ചിന്തിച്ചുകൊണ്ടാണ് റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കേണ്ടത്. നിങ്ങളുടെ നിസ്കാരങ്ങളിൽ എത്രയാണോ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നത് അത്രേ നിങ്ങൾക്ക് കൂലി കിട്ടൂ എന്ന് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നിസ്കാരത്തിന് കൂലിയുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ആ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി സലാം വീട്ടുന്നതിനിടയിൽ എത്ര തവണയാണ്, എത്ര സെക്കൻഡുകളാണ് നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തത്, അതിനെ കൂലിയുണ്ടാവുകയുള്ളൂ. അല്ലാത്തത് ചടങ്ങ് മാത്രമായി മാറും. ആരുടെ മുമ്പിലാണ് നമ്മൾ തലകുനിക്കുന്നത്? ആരെയാണ് അല്ലാഹു അക്ബർ, സർവേശ്വരനായ റബ്ബേ നീ ഏറ്റവും വലിയവനാണ് എന്ന് വിളിച്ചു പറയുമ്പോ ആ വലിയവന്റെ വലുപ്പം നമ്മുടെ ഹൃദയത്തിൽ വരാറുണ്ടോ? ഭൂമിയിലേക്ക് താഴ്ന്ന് തലകുത്തി വെച്ച് മണ്ണിലേക്ക് നമ്മുടെ നെറ്റിത്തടം താഴ്ത്തി വെച്ചിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, പടച്ചവനെ ഞാൻ ഭൂമിയോളം മണ്ണിൽ താണു കിടക്കുകയാണ്, എൻ്റെ നെറ്റി ഞാൻ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്, എൻ്റെ തലയാണ് നിവർന്നു നിൽക്കുന്ന തല ഞാൻ മണ്ണിൽ വെച്ച് ഞാൻ മണ്ണിനോളം താഴെയാണ്
ആ താഴെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ദിക്ർ എന്താണെന്നറിയോ? സുബ്ഹാന റബ്ബിയൽ അലാ, ഏറ്റവും ഉന്നതങ്ങളിൽ കിടക്കുന്ന റബ്ബേ, നീ ഏറ്റവും മഹോന്നതനാണ്, ഞാൻ ഏറ്റവും താഴെയാണ് കിടക്കുന്നത്, നീ ഏറ്റവും മീതയാണ് എന്ന് സുജൂദിൽ കിടക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ? നമ്മൾ കുനിയുകയാണ്. കുനിയുന്നത് മുതലാളിയുടെ മുമ്പിൽ ഒരുപക്ഷെ തൊഴിലാളികൾ കുനിഞ്ഞു നിന്നേക്കാം, രാജാവിൻ്റെ മുമ്പിൽ പ്രജകൾ സാഷ്ടാംഗം നമിച്ചേക്കാം. അങ്ങനെ ചെയ്യുന്ന സംസ്കാരങ്ങളുണ്ട്. എന്നാൽ നമ്മൾ കുനിയുമ്പോൾ അത് ഒരു തരം താഴ്ചയാണ്. കുനിയുന്നത് ഒരു തരം കുറവാണ്, ന്യൂനതയാണ്. ആ ന്യൂനതയിൽ നമ്മൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ, 90 ഡിഗ്രിയിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അല്ലാഹുവേ, നീ എത്ര മഹോന്നതനാണ്, നിനക്കൊരു ന്യൂനതയുമില്ല റബ്ബേ. ഞാൻ വളഞ്ഞു നിൽക്കുകയാണ്, ഇവിടെ ബെൻഡായി നിൽക്കുകയാണ്, നിന്റെ മുമ്പിൽ താണുകേണ് നിൽക്കുകയാണ്. എന്നാൽ എപ്പോഴും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഇസ്സത്ത് റബ്ബേ നിനക്ക് മാത്രമാണ്. ഞാൻ ന്യൂനതയുള്ളവനാണ്. ഒരു പനി പിടിച്ചാൽ തീരുന്ന ആരോഗ്യമേ എനിക്കുള്ളൂ, പനി പിടിച്ചാൽ തീരുന്ന ആരോഗ്യമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു ജലദോഷം വന്നാൽ തളർന്നു പോകുന്ന ആരോഗ്യമേ എനിക്കുള്ളൂ റബ്ബേ. നീയാണെങ്കിലോ ലാ തഅഖുദുഹു സിനതും വലാ നൗം, ഉറക്കമോ തൂങ്ങിയുറക്കമോ ബാധിക്കാത്തവനായ അല്ലാഹുവേ, നീ മഹോന്നതനാണ് എന്ന് പറയുന്ന വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നിസ്കാരത്തിൻ്റെ ഓരോ പൊസിഷനിലും നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ട്. നിവർന്നു നിൽക്കുമ്പോഴാണ് ഫാത്തിഹ ഓതുന്നത്, ഖുർആൻ ഓതുന്നത്. നേരെ തലക്ക് മുകളിലാണ് ആകാശം. വിശുദ്ധ ഖുർആൻ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് നിവർന്നു നിൽക്കുമ്പോഴാണ് ഖുർആൻ ഓതുന്നത്. ബാക്കിയെല്ലാം ദിക്റുകളാണ്, സ്വലാത്തുകളാണ്. അല്ലാഹുവിൻ്റെ കലാമിൻ്റെ ആ ഒരു പ്രഭവ കേന്ദ്രത്തിലേക്ക് തല ഉയർത്തി നിൽക്കുമ്പോൾ നമ്മളോട് ഫാത്തിഹ ഓതാൻ പറഞ്ഞു, ഖുർആൻ ഓതാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ റുക്കൂഇലേക്ക്. ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ ആന്തരിക സാരം നമ്മൾ അറിയുന്നത് നമ്മൾ അല്ലാഹു ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ആ പടച്ച തമ്പുരാനെ കുറിച്ച് ഒരറിവുമില്ലാതെ നമ്മൾ ചെയ്തു കൂട്ടുന്നത് വെറുമൊരു അംഗവിക്ഷേപമായി മാത്രം മാറുമ്പോൾ അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നില്ലയോ? അതുകൊണ്ടാണ് ലൈസലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹാ, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം എത്രയാണോ നിങ്ങൾ അസ്ർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാഹും കഴിഞ്ഞു, 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നമ്മൾ ചെലവഴിച്ചത് മാക്സിമം 20 മിനിറ്റ് ആണെങ്കിൽ അതിൽ എത്ര മിനിറ്റ് നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞുവോ അതിനുള്ള പ്രതിഫലമേ നാളെ വാങ്ങിക്കാൻ കഴിയൂ. നമ്മുടെ പ്രതിഫലം പോലും ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ ചിന്തയുമായിട്ടാണ്. നമ്മുടെ മെന്റൽ പ്രസൻസ്, നമ്മുടെ ബുദ്ധിപരമായ സാന്നിധ്യം നമ്മുടെ ആരാധനകളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആരാധനക്ക് അതിന് ആത്മാവുണ്ടാകുന്നത്. ജീവിക്കുന്ന കാലമത്രയും സർവ്വതും കാണുമ്പോ സുബ്ഹാനക യാ റബ്ബ്, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ് എന്ന് റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കാണുമ്പോൾ മാർവൽ ചെയ്യുന്നിടത്താണ് ജീവിതത്തിന് മൂല്യമുണ്ടാകുന്നത്, നിമിഷങ്ങൾക്ക് സൗന്ദര്യമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുന്ന രംഗം ഫാത്തിമ റളിയല്ലാഹു അൻഹ അരികത്തുണ്ട്. വാ കർബബതാ, ലോകത്തോട് യാത്ര പറഞ്ഞ് അടുത്തൊരു ലോകത്തേക്ക് സുഖസൗകര്യങ്ങളുടെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ അനന്തമായ വിഹായസിലേക്ക് നീങ്ങുന്ന ഒരു ലോകം ഖബറാണ്, പരലോകമാണ്, ബർസഖാണ്, ആലമുൽ ആഖിറയാണ്. പുണ്യനിബിതങ്ങൾ ലോകത്തോട് വിട പറയുന്നു. 63 വയസ്സ്. നിബിതങ്ങൾക്ക് തങ്ങളുടെ വയറ് പോലും ഫ്ലാറ്റ് ബെല്ലിയായിരുന്നു, കുംഭചാടിയിട്ടില്ല. നിബിതങ്ങൾക്ക് കുടവയറില്ലായിരുന്നു. പുണ്യനബിക്ക് നിബിതങ്ങൾ ഓവർ വെയിറ്റ് ആയിരുന്നില്ല. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യം, പരിപൂർണമായ ആരോഗ്യമുള്ള നേരത്താണ് ഒരാഴ്ച നീണ്ടുനിന്ന പനി ബാധിച്ച് ഹബീബ് ലോകത്തോട് വിട പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ ചില വേദനകൾ ഹബീബിൽ കണ്ടപ്പോൾ അവിടുത്തോടുകൂടെ
ഒട്ടിനിന്ന് ജീവിതം പഠിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പുണ്യ ഹബീബിൻ്റെ പരിശുദ്ധരായ പൊന്നുമോൾ വാ കർബബതാ, എൻ്റെ പിതാവിൻ്റെ വേദനയെ എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഹബീബായ നബി തങ്ങൾ അരികത്തുള്ള വെള്ളത്തിൽ കൈകൊണ്ട് തൊട്ടുകൊണ്ട് നെറ്റിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിയർപ്പും ചൂടും മരണത്തിൻ്റെ വേദനയും ഒന്ന് ലഘുവായി കിട്ടാൻ വാ കർബബതാ, എൻ്റെ പിതാവിൻ്റെ വേദനയെ എന്ന് പറഞ്ഞ് ആ പുണ്യ ഹബീബിൻ്റെ പൊന്നുമോള് കരയാൻ തുടങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ. ലൈസ അലാ ബീകി കർബുൻ ബഅദൽ യൗം, ലൈസ അലാ ബീകി കർബുൻ ബഅദൽ യൗം. ഫാത്തിമ, ഈ ദിവസം കഴിഞ്ഞാൽ, ഈ തിങ്കളാഴ്ച ദിവസം ഞാൻ വഫാത്താകും. ഈ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് വേദനയില്ല മോളെ. വേദനയില്ലാത്ത ലോകത്തേക്കാണ് ഉപ്പ പോകുന്നത്. കുറച്ച് നേരത്തേക്കുള്ള വേദനയെ ഉപ്പാക്കുള്ളു മോളെ. ഇനിയുള്ള ജീവിതം വേദനയില്ലാത്തൊരു ലോകത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അല്ലാഹുമ്മ റഫീഖൽ അലാ, ആകാശത്തേക്ക് ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ട് മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഉമ്മയുടെ ആ ഒരു മുറിക്കകത്ത് നിന്ന് ആ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി ഹബീബ് പറയുകയാണ്, അല്ലാഹുമ്മ റഫീഖൽ അലാ, അല്ലാഹുവേ നിന്റെ ഉന്നതമായ ആ ഒരു സൗഹൃദം, നിന്റെ ഉന്നതമായ ആ ഒരു സാമീപ്യം, ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ് റബ്ബേ, ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ്. ബലിർ റഫീഖൽ അലാ, അല്ല ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ്, അല്ല എനിക്ക് വേണ്ട, ഞാൻ അരികത്തേക്ക് വരികയാണ്. ഇത് പറയുമ്പോൾ ഹബീബിനോട് മാലാഖമാർ പറയുന്നുണ്ടാകാം, അവിടുന്ന് ഇവിടെ നിൽക്കുന്നോ, അള്ളാഹുവിൻ്റെ അരികത്തേക്ക് വരുന്നോ, ഞാൻ വരികയാണ്, ഞാൻ വരികയാണ്. ബലിർ റഫീഖൽ അലാ, എനിക്ക് ഉന്നതമായ എൻ്റെ റബ്ബിൻ്റെ സാമീപ്യമാണ് വേണ്ടത്, എൻ്റെ റബ്ബിൻ്റെ കൂട്ടുകാരൻ എന്ന് റഫീഖുൽ അലാ, ഉന്നതങ്ങളിൽ കിടക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അരികത്തേക്ക് എന്ന് നബി തങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ അള്ളാഹുവിനെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഫീഖുൽ അലാ, ഉന്നതമായ റബ്ബിന്റെ സാമീപ്യം എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു ആനന്ദത്തിലൂടെ ലോകത്തോട് വിട പറഞ്ഞ് കാണിച്ചു കൊടുത്ത നേതാവിനോളം ലോകത്ത് കർമ്മം കൊണ്ട് പുണ്യം ചെയ്ത മറ്റാരുണ്ട് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ? ആ മരണം എത്ര സുന്ദരമാണ്. ഞാൻ പോകുന്നത് എൻ്റെ ഉന്നതങ്ങളിൽ കിടക്കുന്ന കൂട്ടുകാരൻ്റെ അരികത്തേക്കാണ് ഞാൻ പോകുന്നത്. സ്വന്തം ഇഷ്ടപ്പെട്ടവന്റെ അരികത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരാനന്ദത്തിലാണ് റൂഹ് പോകുന്നത് ഹബീബിൻ്റേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതം വിജയിച്ചുവോ ഇല്ലയോ എന്നറിയുന്നത് മരണം ആസന്നമാകുന്ന ആ ഒരു നേരത്തെ സെക്കൻഡുകളെ കൊണ്ട് മാത്രമാണ്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ, അള്ളാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ. നിശാനെ മർദ് മുഅ്മിൻ ബാതു ഗോയം, സത്യവിശ്വാസിയുടെ അടയാളം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിശാനെ മർദ് മുഅ്മിൻ ബാതു ഗോയം, മർഗ് ആമദ് തബസ്സും ബർലബസ്. ആരുടെ ചുണ്ടുകളിലാണോ പുഞ്ചിരി ഉണ്ടാകുന്നത് മരിക്കുമ്പോൾ, അവരാണ് സത്യവിശ്വാസി എന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹിമഹുല്ലയുടെ അവസാനത്തെ വരികളാണിത്. അദ്ദേഹം പാടിവെച്ച കവിതകളിൽ അവസാനത്തെ വരികളാണിത്. നിശാനെ മർദ് മുഅ്മിൻ, പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹം പാടുന്നത്. നിശാനെ മർദ് മുഅ്മിൻ ബാതു ഗോയം, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാണ് വിശ്വാസി, ആരാണ് രക്ഷപ്പെട്ടവർ? മർഗ് ആമദ്, മരണമാസന്നമാകുമ്പോൾ തബസ്സും ബർലബസ്, ആരുടെ ചുണ്ടുകളിലാണോ പുഞ്ചിരിയുള്ളത് അവരാണ് സത്യവിശ്വാസി. ആ ഒരു ലക്ഷ്യത്തേക്കുള്ള യാത്രയാണ് എൻ്റെയും നിങ്ങളുടെയും യാത്ര. അതിനിടയിലുള്ള സർവമാന തടസ്സങ്ങളെയും വകഞ്ഞു മാറ്റിയിട്ട് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ഓടിയില്ലെങ്കിൽ നമ്മുടെ ഈ കഷ്ടപ്പാട് മുഴുവൻ വെറുതെയല്ലേ? വാ ഹുസ്ന വാ ബിലാല
ഷാമിൽ മരണപ്പെടാൻ പോകുന്ന ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവർ വഫാത്താകുമ്പോൾ ഭാര്യ വിളിച്ചു പറയുകയാണ്, എൻ്റെ ബിലാലേ, അങ്ങയുടെ യാത്ര സഹിക്കാൻ പറ്റുന്നില്ല ബിലാലേ, അങ്ങ് എന്നോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോവുകയാണല്ലേ, എന്നോട് യാത്ര പറഞ്ഞ് ഖബറിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഈ ഒരു യാത്ര എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ബിലാലേ എന്ന് പറഞ്ഞ് വാ ഖർബാ വാ അലമാ വാ ബിലാലാ എന്ന് പറഞ്ഞ് ഭാര്യ നിലവിളിക്കുമ്പോ സംസാരിക്കാനുള്ള ശേഷി നിലച്ചിട്ടില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? വാ തുറബാ, ആനന്ദമേ ആനന്ദമേ, സന്തോഷമേ സന്തോഷമേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹബ, നാളെയല്ലയോ ഞാൻ എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബുകളെയും കാണാൻ പോകുന്നത്. ഞാൻ നാളെ അവരെയല്ലേ കാണാൻ പോകുന്നത്. അവരെയൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി. എൻ്റെ കൂട്ടുകാർ ഉഹദിലും ഐന് മഊനയിലും ഖന്ദഖിലും ഹുനൈനിലും തബൂക്കിലും യമാമയിലും യർമൂക്കിലും എന്നോട് യാത്ര പറഞ്ഞ എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണാൻ പോകുന്നത് നാളെയാണ് പെണ്ണേ. എൻ്റെ ഹബീബിനെ ഞാൻ നാളെ കാണും. നാളെ ഖബറിലേക്ക് എത്തിയാൽ ഹബീബിനെ ഞാൻ കാണും. ആ യാത്രക്കാണ് ഞാൻ പോകുന്നത്. നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് വിഷമാണല്ലേ? എന്നാൽ എനിക്കിത് ആനന്ദമാണ്, എനിക്കിത് സന്തോഷമാണ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലിയ സ്വഹാബിയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇത് വിജയമാണ്. ഇതിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നിടത്താണ് ഞാനും നിങ്ങളും രക്ഷപ്പെടുന്നത്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ തമ്പുരാനേ. جبلت على قدر وأنت تريدها صفوا من الأقدار والأكدار ومكلف الأيام ضد طباعها متطلب في الماء جذوة ناري وإذا رجوت المستحيل فإنما تبني الرجاء على شفير هاري فقضوا مآربكم عجالا إنما أعماركم سفر من الأسفار. പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു ഒരുക്കമാണ് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു കൊച്ചു യാത്രയല്ലയോ? ആ യാത്രയിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഒരു പ്രയാസവും ഉണ്ടാവാതെ ജീവിക്കണം എന്ന് പറയുന്നത് അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് സാധ്യമല്ലാത്തത് ചോദിക്കല്ലേ എന്നാണ് കവി പറയുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ അനസ് ഇബ്നു മാലിക് എന്ന സ്വഹാബിയെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അനസ് ഇബ്നു മാലിക് പുണ്യനബി ഞങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു റിവായത്തുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ. സരിയത്തുൽ ഖുറാ എന്ന് പറയുന്ന 70ഓളം ഹാഫിളീങ്ങളെ നബി തങ്ങൾ ചില ഗോത്രക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു സംഭവം. സരിയത്തുൽ ഖുറാ അങ്ങനെയാണ് അതറിയപ്പെടുന്നത്. ദീർഘമായ ഹദീസാണ്. ആ സ്വഹാബികളിലെ 70ഓളം ആളുകൾ, 70 ഹാഫിളീങ്ങളിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അമ്മാവനായിരുന്ന ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു പുണ്യ നബിയോട് വന്ന്, ഈ ഗോത്രക്കാർ വന്ന് നബിയോട് പറഞ്ഞതാണ്, നബിയെ, അവർ കളവായിരുന്നു നബിയോട് പറഞ്ഞത്, വഞ്ചനയായിരുന്നു അത്. പുണ്യ നബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ ചില ആളുകളെ അങ്ങ് പറഞ്ഞേക്കണം, ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ താല്പര്യമുണ്ട്. അത് വലിയൊരു കോൺസ്പിരസിയുടെ ഭാഗമായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് അവരുടെ പ്രത്യക്ഷമായ ചോദ്യത്തിന് മറുപടിയായി 70ഓളം സഹാബിമാരെ ഹഫ്ദീങ്ങളെ പറഞ്ഞയച്ചു ഖുർആൻ പഠിപ്പിക്കാൻ, ദീൻ പഠിപ്പിക്കാൻ. അവർ മരുഭൂമിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർ
ക്യാമ്പ് ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലതും പഠിപ്പിച്ചു തരണമേ. ഹാഫിളായ സ്വഹാബിയായ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ സഹോദരനാണ്, അനസ് തങ്ങളുടെ അമ്മാവനാണ്. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ മറ്റൊരാളോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. ആ ആംഗ്യം മറ്റു നബിയെ പോയി കുത്തി പരിക്കേൽപ്പിക്കണമെന്നാണ് കൊന്നുകളയണമെന്ന സൂചന. അത് ചെയ്തത് ജബ്ബാർ ഇബ്നു സൽമ എന്ന് പറയുന്ന മനുഷ്യനാണ്. ജബ്ബാർ ഇബ്നു അബീ സൽമ. ജബ്ബാർ ഇബ്നു അബീ സൽമ ഒരു ചാട്ടുളി ഉണ്ടായിരുന്നു കയ്യിൽ. മുമ്പ് വഹ്ശി എന്ന ഹിന്ദ് എന്ന അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യയുടെ അടിമയായിരുന്ന വഹ്ശിയോട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ അതിന് പ്രതിഫലമായി നിനക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ വഹ്ശി ഒരു ചാട്ടുളി കൊണ്ടാണ് ഹംസ തങ്ങളെ എറിഞ്ഞത്. ചരിത്രം അങ്ങനെയാണ്. വഹ്ശിയും മുസ്ലിമായി, ഹിന്ദ് എന്നവരും മുസ്ലിമത്തായി, അബൂ സുഫിയാൻ എന്നവരും മുസ്ലിമായി, റിളവാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവരൊക്കെ പിന്നെ സ്വഹാബികളായി മാറി എന്നത് മറ്റൊരു ചരിത്രം. മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം അത്ഭുതപ്പെട്ടു പോകുന്ന രംഗം മുഅ്മിനേ, മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ തങ്ങളുടെ നെഞ്ചിലൂടെ മൂർച്ചയേറിയൊരു ചാട്ടുളി വന്ന് കടന്നു കയറുകയാണ്. നേരെ പുറത്തു വന്നു. ഹാർട്ടിനങ്ങ് ബോഡിക്കങ്ങ് ഹോളായിപ്പോയി, ശരീരമങ്ങ് തുളച്ചു കയറി. അത് വിട്ടത് ജബ്ബാർ ഇബ്നു അബീ സൽമ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം പിന്നീട് മുസ്ലിമായി എന്നത് മറ്റൊരു ചരിത്രം. ജബ്ബാർ ഇബ്നു അബീ സൽമ ഈ ഹറാം ഇബ്നു മിൽഹാൻ എന്ന അവരുടെ നേതാവിനെ, 70ഓളം സ്വഹാബിമാരുടെ നേതാവിനെയാണ് വഴിയിൽ വെച്ച് കൊന്നുകളഞ്ഞത്. ആ കുത്തേറ്റപ്പോ ദ്വാരമുണ്ടായി, ചോരങ്ങനെ പമ്പ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വഹാബി മരണം ഉറപ്പിച്ചു നിൽക്കുന്ന ഈ മഹാൻ ചെയ്ത പണി എന്താണെന്നറിയുമോ? ആ 2 കൈകളും നെഞ്ചിനോട് ചേർത്ത് വെച്ച് ചോര മുഴുവനും കയ്യിൽ നിറയുമ്പോഴേക്കും തലയിലേക്ക് വാരി ഒഴിക്കുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ജയിച്ചു. കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ജയിച്ചു. ഫുസ്തു വറബ്ബിൽ കഅബ. ജബ്ബാർ ഇബ്നു അബീ സലമ തരിച്ചുപോയി. ഇങ്ങനെ മരിക്കുന്ന ഒരാൾ പറയാ ഞാൻ ജയിച്ചു എന്ന്, ഇയാളെ പരാജയപ്പെട്ടു എന്നല്ലേ പറയേണ്ടത്? ആ ചോര കയ്യിലേക്ക് വാരിയെടുത്തിട്ട് മഹാൻ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഫുസ്തു വറബ്ബിൽ കഅബ. അല്ലാഹുവേ നീ എത്ര വലിയവനാണ്, കഅബയുടെ റബ്ബേ, ഫുസ്തു, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വിജയിച്ചു. ഇത് നാടകം അഭിനയിക്കുന്ന നേരമല്ല എന്ന് മനസ്സിലാക്കണം. ഇത് സിനിമയുടെ ഒരു അനുഭവമല്ല എന്നറിയണം. ഇത് യഥാർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കാണുമ്പോൾ നെഞ്ചിന് തുളയുണ്ടായി രക്തം ചീറ്റി വരുമ്പോൾ ആ സ്വന്തം ചോര കയ്യിലെടുത്ത് ദേഹത്തെ കൊടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, ഫുസ്തു അല്ലാഹു അക്ബർ, ഫുസ്തു റബ്ബിൽ കഅബ. ജബ്ബാർ ഇബ്നു അബീ സലമ എന്ന ആ ഘാതകന്റെ മനസ്സിലേക്ക് ഈ വാക്കുകൾ ഇരച്ചു കയറി. എന്താണ് ഇയാൾ പറയുന്നത്? ഞാൻ വിജയിച്ചു എന്നോ? എന്താണ് ഇയാളുടെ വിശ്വാസം? എന്താണ് ഇയാൾ ചിന്തിക്കുന്നത്? താൻ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ചില പ്രൂഫുകൾ അയാൾ കണ്ടിരിക്കണമല്ലോ. മരണമാസന്നമാകുമ്പോൾ മാലാഖമാരെ കാണും എന്നത് സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. മാലാഖമാർ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സത്യവിശ്വാസികളെ കൊണ്ടുപോകുന്നത്. ആ സ്വർഗം കണ്ടുകൊണ്ട് തന്നെയാണ് ഫുസ്തു റബ്ബിൽ കഅബ, റബ്ബിന്റെ അല്ലാഹുവിന്റെ നാമം തന്നെ സത്യം, കഅബാലയത്തിന്റെ ഉടമസ്ഥനെ തന്നെയാണ് സത്യം, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് താഴേക്ക് വീണ് ഷഹീദാവുകയാണ് ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു. ആ ഒരു വാക്കാണ് ജബ്ബാർ ഇബ്നു അബീ സലമയെ മുസ്ലിമാവാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഉടനെ ചൊല്ലി, ഇങ്ങനെയുണ്ടോ ഒരു മതം? ഇങ്ങനെയുണ്ടോ അനുയായികൾ? മരണത്തെ പുല്ലുപോലെ കാണുന്നവർ, മരണമെന്നത് ഈ ലോകത്തിന്റെ ഒരു അന്ത്യമല്ലെന്നും അടുത്ത ഒരു ലോകത്തിന്റെ ആരംഭമാണെന്നും കാണുന്ന ഈ വിഭാഗം, അവരുടെ വിശ്വാസം എത്ര മനോഹരമാണ്. ഗസയിലെ പിഞ്ചു പൈതങ്ങളുടെ ഈമാനിന്റെ 1000-ൽ 1 അംശം നമുക്ക് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്.
അവരുടെ ഈമാനിന്റെ ഒരു കരുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പിഞ്ചു മക്കളുടെ വിശ്വാസം എത്രയാണ്! തലയുടെ മുകളിലേക്ക് ബോംബ് വന്ന് വീഴുമോ എന്ന് പേടിച്ചിരിക്കുന്ന രംഗത്ത് പോലും തസ്ബീഹ് ചൊല്ലി മരണം സ്വീകരിക്കാൻ കൈകളിൽ പേരെഴുതി വെച്ച് കാത്തിരിക്കുന്ന പിഞ്ചു മക്കളെ നമ്മൾ കാണുന്നത്. ഈമാൻ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മരണം ഒരു ജീവിതത്തിന്റെ അന്ത്യമാണെന്നല്ല, ഇത് വലിയൊരു ജീവിതത്തിന്റെ ആരംഭമാണ് എന്ന് തിരിച്ചറിയാൻ മനുഷ്യന് കഴിയും. അപ്പൊ പിന്നെ മരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് വെപ്രാളപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് ഗുളിക കുടിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞ് കണ്ണുനീർ കുതിത്ത് എന്തിന്? ആ ഒരു യാത്രക്ക് ഒരുങ്ങുക മാത്രമേ നമ്മുടെ മുമ്പിൽ രക്ഷയുള്ളൂ. ആ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. ആ യാത്രക്ക് പാക്കിംഗ് തുടങ്ങിക്കഴിയുക, ആ യാത്രക്ക് വേണ്ടിയുള്ള പാഥേയങ്ങൾ ഒരുക്കി കൊടുക്കുക. അള്ളാഹു എന്താണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ടൊരുങ്ങുക. അറിയുമോ, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, മഹാൻ ഒരു കവിയായിരുന്നു, പണ്ഡിതനായിരുന്നു. ഭാഷയിലെ ഹുജ്ജത്താണ് ഇമാം ശാഫിഈ തങ്ങളെ. വലൗല അശ്ശിഅറു ബിൽ ഉലമാഇ യസിരി ലകുൻതുൽ യൗമ അശ്അറ മിൻ ലബീദി. പണ്ഡിതന്മാർക്ക് കവിത ചൊല്ലുന്നത് മോശമായതുകൊണ്ടാണ്, അല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കാലം കണ്ട ഏറ്റവും വലിയ കവിയായി ലബീദിനെക്കാളും വലിയ കവിയായി ഞാൻ മാറുമായിരുന്നു എന്ന് പറഞ്ഞ ഇമാമാണ് ഇമാമുന ശാഫിഈ തങ്ങൾ. മരണമാസന്നമാകുമ്പോൾ ചില വരികൾ പാടിയിട്ടുണ്ട് ഇമാം ശാഫിഈ തങ്ങൾ. ഈജിപ്തിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്, കൈറോ നഗരത്തിൽ. വലമ്മാ ഖസാ ഖൽബി വളാഖത് മദാഹിബി. ഞാൻ ആലോചിക്കുക, ഇങ്ങനെ മനോഹരമായിട്ടൊക്കെ എങ്ങനെ കവിത പ്രാസമൊപ്പിച്ച് പാടാൻ കഴിഞ്ഞു മരണമാസന്നമാകുമ്പോൾ. അവരുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചോ? വീടിനെക്കുറിച്ച്, കച്ചവടത്തെക്കുറിച്ച്, മക്കളെ യതീമാകുന്നതിനെക്കുറിച്ച്, ഭാര്യ വിധവയാകുന്നതിനെക്കുറിച്ച് ഒരു വേവലാതിപ്പെടലല്ല, അവരുടെ യാത്രയുടെ ലക്ഷ്യം വിളിച്ചു പറയുന്ന ചില വരികൾ. ഇത് ജീവിതത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് ഇമാം ശാഫിഈ തങ്ങൾ നമുക്ക് നൽകുന്നത്. കുറച്ച് നീണ്ട കവിതയാണ്, ആശയം ചുരുക്കി പറയാം. ولما قسى قلبي وضاقت مذاهبي جعلت الرجاء مني لعفوك سلما تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما فما زلت غفارا عن الذنب لم تزل تجود وتعفو منة وتكرما وصفيك آدم عليه السلام فلله ذر العارف الندب إنه يفيض لفرط الوجد أجفانه دما يقيم إذا ما الليل قد مض ظلامه على نفسه من شدة الخوف مأتما. വളരെ മനോഹരമായ ആശയം. വലമ്മാ ഖസാ ഖൽബി, അല്ലാഹുവേ എൻ്റെ ഹൃദയം കടുത്തുപോയപ്പോൾ, ഹൃദയത്തിൽ കരുണയില്ലാതെയായപ്പോൾ, ഹൃദയം നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും ഹൃദയത്തിന് മടി വന്നു തുടങ്ങിയപ്പോൾ, വളാഖത് മദാഹിബി, എൻ്റെ മുമ്പിലുള്ള വഴികളെല്ലാം എൻ്റെ മുമ്പിൽ അടഞ്ഞു കഴിഞ്ഞു റബ്ബേ, ഇനി തിരിച്ചു പോക്കില്ല. ഈ ബെഡ്റൂമിൽ നിന്ന്, ICUവിൽ നിന്ന്, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഇനി പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത് മയ്യിത്തായിട്ടായിരിക്കും റബ്ബേ. ഇനി ഒരു എഴുന്നേറ്റ് നടക്കൽ എനിക്കില്ല എന്ന് തോന്നുന്ന ഒരു രോഗിയുടെ മനസ്സൊന്ന് ഓർത്തു നോക്കി. അല്ലാഹുവേ, അങ്ങനെ വന്നപ്പോൾ ജഅൽതു റജാ മിന്നീ ലിഅഫ്വിക സുല്ലമാ, നീ മാപ്പ് തരുന്നു എന്ന് പറയുന്ന നിന്റെ മാപ്പ്, അതിലേക്ക് കയറിപ്പിടിക്കാനുള്ള കോവണി നിന്നോടുള്ള പ്രതീക്ഷയാണ് റബ്ബേ. നിന്നോടുള്ള പ്രതീക്ഷയിൽ ഞാൻ മാപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞോട്ടെ റബ്ബേ. ഞാനിതാ നിന്നിലേക്ക് യാത്രയാവുകയാണ്. ഒന്നും ഇനി തിരിച്ചു പോകാനില്ല, ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല റബ്ബേ, നിനക്ക് മാപ്പ് നൽകണേ. തഅളമനി ദംബി ഫലമ്മാ ഖറൻതുഹു,
എൻ്റെ പാപങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ. ആ പാപങ്ങളെ ബിഅഫ്വിക റബ്ബി കാന അഫൂക അഅളമാ. എൻ്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും നീ തരുന്ന മാപ്പിനോട് എൻ്റെ പാപങ്ങളെ തുലനം ചെയ്തു നോക്കുമ്പോൾ നിന്റെ മാപ്പ് എത്ര വലുതാണ് റബ്ബേ. എൻ്റെ പോലും ക്ഷമിക്കുന്നുവല്ലോ റബ്ബേ, എനിക്ക് മാപ്പ് നൽകണമേ. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മാപ്പാക്കണമെന്ന് മനുഷ്യരോട് പറയാറില്ലേ? സോറി എന്ന് പറയാറില്ലേ? എനിക്ക് പുറത്തു തരണമെന്ന് പറയാറില്ലേ? തെറ്റു പറ്റിപ്പോയി എന്ന് പറയാറില്ലയോ? എന്നാൽ അള്ളാഹുവിനോട് എത്ര തവണ നമ്മളത് പറയാൻ കടപ്പെട്ടവരാണ്. ഇത് ഒരു ക്ലൻസിങ് പ്രോസസ്സാണ്. ഓരോ ദിവസവും ഒരു പാപം പോലും ചെയ്യാത്ത പുണ്യനിബിതങ്ങൾ 70ഓളം തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മഹോന്നതനായ റബ്ബേ, മാപ്പാക്കണേ, പുറത്തു തരണേ, മാപ്പ് തരണേ എന്ന് ചോദിക്കുന്നത് നമ്മുടെ റസൂൽ, നമ്മുടെ ഹബീബാണെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയുൽ മഅസൂം. അമ്പിയാക്കന്മാർ മുഴുവനും പാപ സുരക്ഷിതരാണ്. അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല. ആ പുണ്യനബി 70 തവണ പുറത്തു തരണേ റബ്ബേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ ചൊല്ലണം അത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മാപ്പ് തരണേ റബ്ബേ, മാപ്പ് തരണേ റബ്ബേ, മാപ്പാക്കണേ പടച്ചവനെ, മാപ്പാക്കണേ എന്ന് നാവുകൊണ്ട് നനയണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ ഹൃദയങ്ങളെ കഴുകുന്നതാണ്. ഫമാസിൽ തഗഫാറൻ അനിൽ ദംബി ലം തസൽ തജൂദു വതഅഫു മിന്നതൻ വതകറുമാ. അല്ലാഹുവേ, നീ ഇപ്പോഴും മാപ്പ് നൽകുന്നുവല്ലോ, ഇപ്പോഴും നീ പുറത്തു നൽകുന്നുവല്ലോ. അതുകൊണ്ട് റബ്ബേ, എനിക്ക് പുറത്തു തരേണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ഹബീബായ നബി തങ്ങൾ ആലിമു ഖുറൈശിൻ യംനഉ തിബാഖ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇൽമു കൊണ്ട് നിറക്കാൻ പോകുന്ന ഒരു പണ്ഡിതൻ എൻ്റെ ഖുറൈശി തറവാട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇമാം ഷാഫിഈ തങ്ങളെ കുറിച്ചാണ് എന്ന് പോലും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച ഇമാം അവറുകൾ. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക, റബ്ബേ മാപ്പ് നൽകണേ, അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ, പുറത്തു നൽകണേ. റബ്ബിന്റെ മുമ്പിൽ തലതാഴ്ത്തുന്നത് അഭിമാനമാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനോട് പുറത്തു തരണേ എന്ന് യാചിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ദാരിദ്ര്യത്തോടെ നമ്മൾ യാചിക്കുന്നത് അതാണ് നമ്മുടെ സമ്പന്നത എന്നറിയണം. പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ആരുമല്ലാതായി നിൽക്കുന്നത് അതാണ് നമ്മുടെ അസ്തിത്വം എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലാണ് നമുക്ക് തലകുനിക്കാനുള്ളത്? പടച്ച തമ്പുരാനോട് ഈ ചെറിയൊരു ജീവിതത്തിന് എത്ര നന്ദി പറയേണ്ടവരാണ് നമ്മൾ. എത്രയെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും, ജീവിതം ഇങ്ങനെ പ്രയാസത്തിലൂടെ കടന്നുപോയാലും, നാളെ സ്വർഗത്തിലേക്കൊന്ന് മുക്കിയെടുത്താൽ ഭൂമിയിൽ അനുഭവിച്ച ഒരു ദുഃഖവും ഓർമ്മ വരില്ലത്രേ. പടച്ചവനെ ഓർക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ എത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചാലും നരകത്തിലൊന്ന് മുക്കിയെടുത്താൽ ദുന്യാവിലെ എല്ലാ സൗകര്യങ്ങളും മറന്നുപോകുമെന്ന് പഠിപ്പിച്ചതും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ 70ഓളം സ്വഹാബിമാർ ഉഹദിൽ ഷഹീദായി കിടക്കുന്നു. അവരുടെ നേതാവാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബികൾ മണ്ണ് പുരണ്ട് കിടക്കുമ്പോൾ അവരിലേക്ക് നോക്കി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, വദിത്തു അന്നീ ഊദിർതു മഅ അസ്ഹാബി ബിഹസ്നിൽ ജബൽ. വദിത്തു ലൗ ഊദിർതു മഅ അസ്ഹാബി ബിഹസ്നിൽ ജബൽ. ഞാൻ കൊതിച്ചു പോവുകയാണ്, എൻ്റെ അനുയായികൾ മണ്ണ് പുരണ്ട് ഈ കിടക്കുന്ന കിടത്തത്തിലൂടെ പരലോക യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരോടൊപ്പം ഞാനും ഈ മലയുടെ താഴ്വാരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അത് ജീവിതത്തിൻ്റെ ഒരു ധർമ്മം നിർവഹിച്ച യാത്രയാണ്, സത്യത്തിന് നിലകൊണ്ട ഒരു യാത്രയാണ്, ജീവിതത്തിന് മൂല്യമുണ്ടായ ഒരു യാത്രയാണത്. ജീവിതത്തിൻ്റെ മൂല്യം ലോകത്തിന് കാണിച്ചു കൊടുത്തതിന് ശേഷമുള്ള യാത്രയാണത്. അർത്ഥവത്തായ ഒരു ജീവിതമായിരുന്നു ആ സ്വഹാബിമാർ കാഴ്ചവെച്ചത്. വദിത്തു, ഞാൻ കൊതിച്ചു പോകുന്നു, അന്നീ ഊദിർതു മഅ അസ്ഹാബി ബിഹസ്നിൽ ജബൽ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തബൂക്കിലെ ഒരു അനുഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തബൂക്ക് പുണ്യ നബി തങ്ങൾ നോർത്തിലേക്ക്, സൗദി അറേബ്യയുടെ നോർത്തിലേക്ക്, ജോർഡാൻ ഭാഗത്തേക്ക് യാത്ര ചെയ്ത തബൂക്ക്. ഇന്നും തബൂക്ക് വലിയൊരു നഗരിയാണ്, ഒരുപാട് മലയാളികളുള്ള നഗരി. അവിടെ KMCC ഉണ്ട്, അവിടെ നമ്മുടെ സംഘടനകളുണ്ട്, നമ്മുടെ പ്രവർത്തകരൊക്കെ ഉണ്ട്. വെള്ളമില്ലായിരുന്നു. ഹബീബ് പറഞ്ഞു സ്വഹാബികളോട്, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോടാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അബൂദറേ, നിങ്ങൾക്ക് അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ ഈ തബൂക്ക് പച്ച നിറമുള്ളതായിട്ട്, കൃഷിയിടങ്ങളുള്ള നാടായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് തബൂക്കിൽ പോയി നോക്കി, തക്കാളി കൃഷി മുതൽ ഗോതമ്പ് കൃഷി മുതൽ വെജിറ്റബിൾസിൻ്റെ ഒരു പിടി സാധനങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഇന്ന് തബൂക്ക്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടത്. ഞാൻ അവിടുത്തെ കോട്ടയിൽ സന്ദർശിച്ചിരുന്നു. അവിടെ പുണ്യനബിയുടെ ഹദീസുണ്ട്. ഇത് ഹബീബ് പറഞ്ഞ വാക്കിൻ്റെ പുലർച്ചയാണ്. ഇന്നവിടെ ശുദ്ധജല സ്രോതസ്സുകളുണ്ട്. നല്ല വലിയ 2 കമ്പനികളുണ്ട് അവിടെ. ഞാൻ മറന്നുപോയി അതിൻ്റെ പേര്. 2 വലിയ കമ്പനികൾ, അവിടുത്തെ വലിയ ഫാമിങ് അവരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പുണ്യനബി തങ്ങൾ പറഞ്ഞ ആ ഒരു നാട്, നിങ്ങൾക്ക് ആയുസ് അള്ളാഹു നീട്ടിത്തരികയാണെങ്കിൽ ഈ തബൂക്ക് പച്ച നിറമുള്ള നാടായി മാറുന്നത്, കൃഷിയിടങ്ങളുടെ നാടായി മാറുന്നത് അബൂദർറെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. തബൂക്കിലേക്ക് പുണ്യനബി തങ്ങൾ പോകുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ യുദ്ധം നടന്നു. തബൂക്കിലേക്ക് പോയി അവിടുന്ന് തുർക്കിയുടെ ഭാഗം, തുർക്കിക്കാണെന്ന് റോം എന്ന് പറയാം, റോമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റാക്ക് അവിടെ ഉണ്ട് എന്ന ഒരു ന്യൂസ് കിട്ടിയതനുസരിച്ച് പോയതാണ്. അങ്ങനെ ആ സൈന്യം പിന്മാറിയപ്പോൾ അവർ തിരിച്ചു പോരുകയാണ്. പക്ഷേ ആ യാത്ര വലിയ ദുർഘടമായ യാത്രയായിരുന്നു. ഒരുപാട് സ്വഹാബിമാർ പട്ടിണി കിടന്ന് മരിച്ചു പോയിട്ടുണ്ട് ആ യാത്രയിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ തബൂക്കിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ക്യാമ്പ് ചെയ്ത ഒരു ഭാഗത്ത് തീ കത്തിക്കുന്നത് ഞാൻ കണ്ടു. ആ തീ എന്താണെന്നറിയില്ല. ഞാൻ ആ തീയിൻ്റെ അരികത്തേക്ക് നടന്നു ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഫഇദാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തീയിൻ്റെ അരികത്ത് പുണ്യനബി തങ്ങൾ ഇരിക്കുന്നുണ്ട്. അബൂബക്കറിൻ ഉമർ, അബൂബക്കർ എന്നവരുണ്ട്, ഉമർ എന്നവരുമുണ്ട്. വഇദാ മഅഹും ജനാസതു റജുലിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി മയ്യിത്തായി കിടക്കുന്നുണ്ട്. അവിടെ ഒരു മയ്യിത്തുമുണ്ട് അവിടെ. അത് അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. അത് വലിയൊരു ചരിത്രമുള്ള സ്വഹാബിയാണ്. തടവറയിൽ നിന്ന് 2 കരിമ്പടം പുതച്ച് ഓടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് അഭയം പ്രാപിച്ച ഒരു സ്വഹാബിയുണ്ട്, അബ്ദുല്ലാ. ചെറുപ്പക്കാരനാ. പുണ്യനബി തങ്ങളാണ് പേരിട്ടത്. നിങ്ങൾ ഇന്നു മുതൽ അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ, 2 കരിമ്പടത്തിൻ്റെ ആൾ അബ്ദുള്ളയാണ് എന്ന് നബി തങ്ങൾ പേരിട്ട് വിളിച്ച ആ ഒരു സ്വഹാബിയാണ് അവിടെ ജനാസയായി കിടക്കുന്നത്, മയ്യിത്തായി കിടക്കുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും മറ്റ് സ്വഹാബിമാരൊക്കെ ദൂരെയാണ്. അവര് അവിടെ ഖബർ കുഴിച്ചു ആ സ്വഹാബിയെ മറവ് ചെയ്യുകയാണ്. ആ ഖബറിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ എന്ന സ്വഹാബിയെ നബി തങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ഫനസല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബരി, അവരുടെ ഖബറിലേക്ക് നബി തങ്ങൾ ഇറങ്ങിച്ചെന്നു. വവസ്സദഹു ബിയദി, തങ്ങളുടെ കൈകൊണ്ട് തലയിണയിൽ കിടത്തുന്ന പോലെ ആ സ്വഹാബിയെ നബി തങ്ങൾ കൈകൊണ്ട് കിടത്തി. തുമ്മവാറാ, എന്നിട്ട് ആ ഖബർ മൂടി, മണ്ണിട്ടു. വഅഹാല അലൈഹി തുറാബ്, മണ്ണിട്ട് ഖബർ മൂടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അംസൈതു റാദിയൻ അൻഹു, അല്ലാഹുവേ, ഈ കിടക്കുന്ന അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ എനിക്കിഷ്ടമായിരുന്ന സ്വഹാബിയാണ് റബ്ബേ, ഫർള അൻഹു, ആ സ്വഹാബിയെ നീയും ഇഷ്ടപ്പെടണമേ. ഒരു ദുആ. ഈ ദുആ കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടിക്കതച്ച് ചെന്നതാണ്. മഹാനവറുകൾ പറയാൻ, യാ ലൈതനി കുൻതു സാഹിബൽ ഹിഫ്റ, ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ ആ അബ്ദുല്ലാഹി ദിൽ ബജാദൈനിന് പകരം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. എന്തേ? പുണ്യനബിയുടെ പ്രാർത്ഥന അങ്ങനത്തെ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഈ സ്വഹാബിയെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, നീയും തൃപ്തിപ്പെടണമേ. ജീവിതത്തിൻ്റെ സൗഭാഗ്യമല്ലേ അത്? സ്വർഗത്തിലേക്ക് പോകുമെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലയോ അത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊതിച്ചുപോയി എന്നാണ്. ഞാനാണ് ആ ജനാസയെങ്കിൽ, ഞാനായിരുന്നു ആ മയ്യിത്തെങ്കിൽ ആഗ്രഹിച്ചു പോകും. നല്ല മരണങ്ങൾ കാണുമ്പോൾ മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കണം, പടച്ചവനെ അങ്ങനത്തെ ഒരു മരണം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ്.
വല്ലാഹി മാ ഉബാലി വഖഅതു അൽ മൗത്ത് വഖഅത് അലയ്യൽ മൗത്ത് ഔ വഖഅ അലയ്യൽ മൗത്ത് വഖഅതു അലൽ മൗത്തി ഔ വഖഅ അലയ്യൽ മൗത്ത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്. എനിക്ക് ഒരു പ്രശ്നവുമില്ല, മരണം എൻ്റെ മേൽ വന്ന് വീഴുകയോ ഞാൻ മരണത്തിലേക്ക് വീഴുകയോ ചെയ്താലോ എനിക്ക് രണ്ടും പ്രശ്നമല്ല. എങ്ങനെയുമാകാം, മരണം എൻ്റെ മീതെ വന്ന് വീഴുകയോ ഞാൻ മരണത്തിലേക്ക് ചെന്ന് വീഴുകയോ രണ്ടും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറയുന്നത് വെറുതെ പേടിക്കരുത് എന്ന് പറയാനാണ്. വെറുതെ ഒരു പേടിയുണ്ടല്ലോ, മരണം എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അങ്ങനെ പുസ്തകന്മാരൊക്കെ പേടിപ്പിച്ച് വേളും പറയാറുണ്ട്. മരണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട അതിൻ്റെ കാര്യമില്ല. മരണത്തിന് ഒരുങ്ങണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കണം. മരിക്കലോ ഉറപ്പന്നല്ലേ, ഇനി പേടിച്ചാലും ഇല്ലെങ്കിലും മരിക്കൂലേ. മരണം എന്നത് പേടിക്കേണ്ട പ്രതിഭാസമല്ല, മരണത്തിന് ശേഷം എന്ത് എന്നോർത്തുകൊണ്ട് പേടിക്കണം. അത് പേടിക്കേണ്ട സംഗതിയാണ്. ചിലവർ എക്സാമിന് പേടിയേ ഇല്ല, ഒരുങ്ങിയിട്ടില്ല, ഒരു പണി എടുത്തിട്ടില്ല, പോയി ഫെയിലായി പോരുന്നു. എന്ത് കാര്യം? എക്സാം പേടിച്ചിട്ട് വിറച്ചിട്ടെന്ന് എക്സാമിന് പോകാൻ പറ്റാണ്ടായിപ്പോ. അങ്ങനെ ആവരുത്. എക്സാമിന് ഒരുങ്ങണം. യു ഹാവ് ടു സിറ്റ് ത്രൂ. എക്സാം എഴുതണം, എന്നിട്ട് പാസ്സാവണം. അല്ലാണ്ട് എക്സാം പേടിച്ചിട്ട് പരീക്ഷയ്ക്ക് തന്നെ പോകാണ്ടിരിക്കുക വല്ല കാര്യമുണ്ടോ? എന്നതുപോലെ മരണം എന്നതൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഖബറിലെ ലോകം എന്താണ് ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ സമയമില്ല, നിങ്ങൾ ഒരുപാട് കേട്ടവരും അറിഞ്ഞവരുമാണ്. പക്ഷേ ജീവിതം അർത്ഥവത്താകുന്നത് ആ ഒരു നിമിഷം നമ്മൾ മരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കണം എന്നാണ്. അപ്പോഴേ അതറിയാൻ പറ്റൂ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ സജ്ജനങ്ങൾക്ക് നൽകുന്ന മരണം നൽകണേ തമ്പുരാനെ. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ മരണം നൽകട്ടെ. പുണ്യനബി തങ്ങൾ പറഞ്ഞ പോലെ അതിനു വേണ്ടി ഒരുങ്ങുകയും എപ്പോഴും അള്ളാഹുവിൻ്റെ ആ ഒരു തിരുസന്നിധാനത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് കൊതിക്കുകയും ചെയ്യുന്നവർ. പുണ്യനബി പറഞ്ഞു, അള്ളാഹു തആലയുടെ ഒരു ഖുദ്സിയായ ഹദീസ്, എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്, എന്നെ കാണണമെന്ന് കൊതിക്കാത്തവർക്ക്, ഇഷ്ടമില്ലാത്തവരെ എനിക്കും കാണാൻ ഇഷ്ടമില്ല എന്ന് അള്ളാഹു ജല്ല ജലാലു. എങ്ങനെ? അള്ളാഹുവിനെ കാണണമെന്ന് കൊതിയുള്ളവരെ അള്ളാഹ്ക്ക് കാണാൻ ഇഷ്ടമാണ്. മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അങ്ങനെ മരിപ്പിക്കണേന്ന് ദ്വാരക്കണ്ട. ആയുസ്സുണ്ടാകുന്നത് ഖൈറാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലു. The best of you are those who have long life and they have good deeds. നന്മകൾ ഒരുപാട് ആയുസ്സുമുള്ള ആളുകൾ, അവർ നിങ്ങളിൽ നല്ലവരാണ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. കുറച്ച് ആയുസ്സുണ്ടായി ഒരുപാട് നന്മയും ചെയ്യാൻ കഴിഞ്ഞുവെന്ന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനത്തെ ആയുസ് റബ്ബിനോട് ചോദിക്കുക. പക്ഷേ മരണമാസന്നമാകുമ്പോൾ അത് ഈമാനിൻ്റെ അകമ്പടിയോടുകൂടെയുള്ള ഒരു യാത്രയായിരിക്കണം. ആ യാത്രയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. കുറച്ചു കാലം കഴിഞ്ഞൊരു ഉംറ ചെയ്യും, ഒരു ഹജ്ജ് ചെയ്യും, അന്നു മുതൽ ഞാനങ്ങ് നന്നാവും എന്നൊന്നും കാത്തിരിക്കരുത്. ഈ നിമിഷം തൗബയുടെ നേരമാണ്. പ്രൊക്രാസ്റ്റിനേഷൻ വളരെ ഡേഞ്ചറാണ്. അള്ളാഹു നമുക്ക് ഈ നിമിഷം തന്നെ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മളോട് തൃപ്തിപ്പെടട്ടെ. അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ചിന്തകൾ. പുണ്യനബി തങ്ങൾ മദീനയിൽ വുദൂവെടുത്ത് ആകാശത്തേക്ക് നോക്കി സൂറത്ത് ആല ഇമ്രാനിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ ഓതിവെച്ചത് നമ്മളൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതടക്കം ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യവർദ്ധനവിനാവശ്യമായ വിധം നമ്മുടെ വിദ്യാർത്ഥികൾ സയൻസും മാത്സും കൊമേഴ്സും ഫിസിക്സും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകളടക്കം ഇതൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായി തുലനം ചെയ്യാനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അഡ്മയർ ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മനസ്സാന്നിധ്യം നമ്മുടെ വിദ്യാർത്ഥിനികൾക്കുണ്ടാകണം. ക്യാമ്പസുകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോണുകളല്ല. ക്യാമ്പസുകൾ ഏറ്റവും വലിയ ഹ്യൂമൻ ബ്രെയിൻ എക്സസൈസ് നടക്കേണ്ട സ്ഥലമാണ്. ചിന്തകളിലൂടെ ഈ ഭൂമിയെ സസ്റ്റൈനബിളായി കൊണ്ടു നടക്കാൻ കഴിയുന്ന വിധം സസ്റ്റൈനബിൾ എനർജിയെക്കുറിച്ചുള്ള ഇന്നൊവേറ്റീവ് ഐഡിയാസുകൾ രൂപപ്പെടേണ്ടത് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നാണ്. അവിടം ലഹരിയുടെയും പ്രേമത്തിൻ്റെയും ചുരുളുകൾ അഴിയുന്ന ഒരിടമായി മാറാതെ ബൗദ്ധികമായ കോൺട്രിബ്യൂഷൻസ്, ബുദ്ധിപരമായ സംഭാവനകൾ നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന്, ഇന്ത്യക്ക്, ലോകത്തിന് കൈമാറാൻ കഴിയുന്ന നമ്മുടെ വരും തലമുറയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മഹല്ല്, ഇവിടുത്തെ മുടിക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ പഠനത്തിൽ നല്ല എക്സലൻസ് കാണിച്ച വിദ്യാർത്ഥിനികൾക്ക്
ഇന്നലെ ഇവിടെ ആദരവ് നൽകി എന്നറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇത്ര ഗോളടിച്ച ആൾക്ക് ഇത്ര ലക്ഷങ്ങൾ സമ്മാനം, ഇത്ര ബൗൾ ചെയ്ത ആൾക്ക് ഇത്ര ബാറ്റ്, ഇത്ര റൺസ് എടുത്ത ആൾക്ക് ഇത്ര, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥികൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. മക്കളോട് എന്താവാൻ ആഗ്രഹം? എനിക്ക് നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ മെസ്സിക്ക് കിട്ടുന്ന ശമ്പളം അവൻ ആലോചിക്കുന്നത്. എല്ലാവരും മെസ്സി ആവാൻ പറ്റുമോ? എല്ലാവരെ കൊണ്ടും വലിയ വലിയ പ്ലേയേഴ്സിനെ പോലെ ആവാൻ പറ്റുമോ? ആവാൻ കഴിയില്ല. ആ ഒരു രീതിയിലേക്ക് മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ ബ്രില്യൻസ് കാണപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ മക്കൾ ആ വഴിക്ക് തീരെ പോകാതിരിക്കുകയോ ചെയ്യുന്നത് വലിയ അപകടകരമാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് പഠനത്തിൽ നല്ല വിജയവും നല്ല ഭാവിയും നല്ല ജോലിയും നല്ല സാമർഥ്യവും സമ്പൽ സമൃദ്ധിയും ഈമാനും തഖ്വയും കൺകുളിർമയുമുള്ള മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റിത്തരട്ടെ. അവരെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ബാക്കിയുള്ള മക്കൾക്ക് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് മാതൃകയാകത്തക്ക വിധം അവർക്ക് ഒരു പ്രോത്സാഹനം ഇവിടെ കൊടുത്തതിൽ ഇതിൻ്റെ സംഘാടകരെ, മുടിക്കൽ മഹല്ല് മുസ്ലിം ജമാഅത്തിനും ഇവിടുത്തെ നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അള്ളാഹു നമ്മുടെ നാടിന് ഉപകാരപ്രദമായ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന നല്ല ഭാവി തലമുറയെ അള്ളാഹു നൽകട്ടെ. ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി, ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥി മെഡിക്കൽ സയൻസിന് ഭോപ്പാലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഹാഫിളായി ആലിമായ ഒരു മുച്ചാലിം ഇനി ഒരു ഡോക്ടറായിട്ട് വരും. അപ്പം എന്തായിരിക്കും പേര്? ഡോക്ടർ മുനീർ. ഡോക്ടർ മുനീർ മുടിക്കൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരു നല്ല ഒരു ഡോക്ടറായിട്ട് നമ്മുടെ ഈ മഹല്ല് ജമാഅത്ത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നറിയുന്നതിൽ ഇതൊക്കെ നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ, സ്റ്റേജിലിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറയാം, നല്ല കമ്മിറ്റി ഭാരവാഹികളാണ് ഈ മഹല്ലിനെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു നേതൃത്വമാണ്, നല്ല കഴിവുള്ളവരാണ്, എന്ത് അഭിപ്രായവും പറഞ്ഞാൽ കേൾക്കുന്നവരാണ്. ഞാൻ പറയണത്, അങ്ങനെ ഒരു കമ്മിറ്റിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. എവിടെ അതുണ്ടാവാറില്ല. ഇപ്പം മോശാട്ടോ, അയാൾ പോരാ, ഇദ്ദേഹം ഇങ്ങനെയാണ് എന്ന് കുറ്റം പറച്ചിലുകൾ നടക്കുന്ന ഒരു കാലത്ത് ഈ മഹല്ലിൻ്റെ മുമ്പിൽ നയിക്കുന്ന ആളുകൾ യോഗ്യരാണ്, പറ്റിയവരാണ്. അവർ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അവർ തന്നെയാണ് കൈയും മെയ്യും മറന്ന് സംഭാവനകൾ നൽകി ദാനം ചെയ്ത് ഇവിടെ വലിയ വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു നേതൃത്വമാണ് ഇത്. മുടിക്കൽ മുസ്ലിം ജമാഅത്തിൻ്റെ ഓരോ ജമാഅത്ത് അംഗത്തിനും കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു നല്ല ഒരു ലീഡർഷിപ്പ് അതെന്നും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ പറഞ്ഞ പോലെ ആരോടും ഒരു പിടിച്ചു പറയോ ഒന്നും ചെയ്യാതെ, നിങ്ങളൊക്കെ എൻ്റെ വകയായി ഒരു വീടിൻ്റെ 10 ലക്ഷം ഞാൻ തരാം, അല്ലെങ്കിൽ കുട്ടിയെ വിവാഹം ചെയ്യിക്കാൻ 5 ലക്ഷം ചെലവ് വരുന്നത് ഞാൻ വഹിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്ത, സാമ്പത്തികമായും ബിസിനസ് പരമായും ഒക്കെ വലിയ സൗഭാഗ്യമുള്ള ഒരുപാട് ആളുകൾ ഈ മഹല്ലിലുണ്ട് എന്നത് മാത്രമല്ല, അവർക്ക് കൊടുക്കാനുള്ള താല്പര്യവുമുണ്ട് എന്നത് അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് ഈ പദ്ധതിയൊക്കെ വിജയിക്കുമെന്ന് മാത്രമല്ല, ഇതിലും ബൃഹത്തായ വലിയ വലിയ പദ്ധതികളായി മുന്നോട്ട് പോകണം. കൂട്ടത്തിൽ എൻ്റെ ഒരു ചെറിയൊരു എളിയ അപേക്ഷയുള്ളത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക്കുകളാണ്. നമുക്ക് ഇരിക്കാനൊരു ഇടം, കിടന്നുറങ്ങാനൊരു വീട്, ഭക്ഷിക്കാൻ അന്നം വേണം, ആരോഗ്യം വേണം, മരുന്ന് വേണം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും, നമ്മൾ ഈ ബേസിക് നീഡുകളൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ ലഹരി എത്ര നമ്മൾ പ്രവർത്തിച്ചാലും അതിൻ്റെ ഉള്ളിലൂടെ നുഴഞ്ഞു കയറി നമ്മുടെ മക്കളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സമൂഹം 10 കൊല്ലം കഴിഞ്ഞാൽ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല എന്ന്. 10 കൊല്ലം കഴിഞ്ഞാൽ അവിടെ ആയുസ് തീർന്നു കളയും. അങ്ങനെ നമ്മുടെ യുവതലമുറ നശിക്കാൻ പോകുമ്പോഴേ നിരന്തരമായും ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു 4 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ക്ലാസ് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക്, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ നാട്ടിലെ കാരണവന്മാർക്ക്, വിവാഹിതരായവർക്ക് പോസ്റ്റ് മാരിറ്റലും പ്രീ മാരിറ്റൽ ക്ലാസ്സുകൾ, ഡി അഡിക്ഷൻ സംവിധാനങ്ങൾ അടക്കം നമ്മൾ സോഷ്യൽ അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറൽ ഭാഗം വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത്. അതുകൊണ്ട് വളരെ യോഗ്യരായ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ തലമുറയെ മുടിക്കൽ മഹല്ല് ജമാഅത്ത് കേരളത്തിലെ എല്ലാ മഹല്ലുകൾക്കും മാതൃകയാകത്തക്ക വിധം വളരെ
മനോഹരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. ഒരാളുടെ മകൻ ചെയ്യുന്ന ബിസിനസ് ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ഇറക്കാൻ വസിയത്തുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്, അവരുടെ മകൻ്റെ ബിസിനസ്സിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ടി ഒക്കെ ദുആ ഇറക്കാൻ വസിയത്തുണ്ട്. ഉപ്പാക്ക് വേണ്ടി, ഹിഫ്ള് പഠിക്കുന്ന മകന് വേണ്ടി തൊഴിൽ ബറക്കത്തുണ്ടാവാൻ, അതുപോലെ തന്നെ വീടും സ്ഥലവും നല്ല വിലക്ക് വിറ്റ് കിട്ടുന്നതിന് വേണ്ടി, പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യാൻ വസിയത്തുകളുണ്ട്. വിവാഹം നല്ല രീതിയിൽ നടക്കാനും റാഹത്താവാനും വേണ്ടി, മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി ദുആ ചെയ്യാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ നിയ്യത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുകയും നമ്മുടെ ഒരു 9 വീടുകളുടെ ഒരു വലിയ പദ്ധതിയാണ് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീടുകളിൽ 10 ലക്ഷം രൂപ കൊടുത്ത് അതിൻ്റെ കാലാവധി, അതിൻ്റെ കൺസ്ട്രക്ഷൻ തീരുന്നതിനനുസരിച്ചായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഈ സദസ്സിൽ ആരെങ്കിലും അതിന് കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുക്കണം. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആർക്കെങ്കിലും അത് ഏറ്റെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് പ്രോത്സാഹനമാകണം എന്ന നിയ്യത്തിൽ, നമ്മുടെ ഒരു ഷോ ഓഫ് അല്ല, മറ്റുള്ള ആളുകൾക്ക് അത് പ്രോത്സാഹനമാകണം. ആ രീതി മാഷാ അല്ലാ നമ്മുടെ പ്രസിഡന്റ് ഹംസാജി മാഷാ അല്ലാ 2 വീടും 2 പെൺകുട്ടികളെ വിവാഹം ചെയ്യിച്ചേക്കാനുള്ള ലക്ഷം രൂപ വീതമുള്ള 2 തുകയും, അതുപോലെ 2 വീടിനും അങ്ങനെയാണെങ്കിൽ മൊത്തം ഒരു 30 ലക്ഷം രൂപയായിരിക്കും അത്. മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഹംസ ഹാജിയുടെ ആ ഒരു ഉദാരമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സും നാടിനും സമൂഹത്തിനും വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മസ്ജിദിന് വേണ്ടി ചെയ്തു കഴിഞ്ഞ അവരുടെ സേവനങ്ങളും അടക്കം അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ, കുടുംബത്തിൽ, മക്കളിൽ, അവരുടെയൊക്കെ ജോലികളിൽ, മക്കളുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ, നാടിലും വിദേശത്തും അവരുടെ യാത്രകളിലുമൊക്കെ പടച്ച തമ്പുരാൻ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അവരുടെ എല്ലാ സംവിധാനങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നാളെ ഖബറിൽ അള്ളാഹു നൽകുന്ന ഇളം തെന്നലായി, സ്വർഗത്തിൻ്റെ ആ ഒരു മനോഹരമായ ഇളം കാറ്റായി സ്വതക്കയെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ മാതാപിതാക്കൾ മരിച്ചുപോയവരുടെ ഖബറിലേക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം ഈ നിമിഷം അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ആരെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരോടോ മറ്റോ നിങ്ങളത് അറിയിക്കണം. ഇൻഷാ അള്ളാഹ് നമ്മൾ ആരും ഇത് ആരോടെങ്കിലും വിളിച്ചു പറയാനോ അറിയിക്കാനോ വേണ്ടിയല്ല. നമ്മുടെ നാടിൻ്റെ ഈ ഒരു നന്മയിൽ ഭാഗവാക്കുകളാകുമ്പോൾ അതൊരുപാട് ആളുകൾക്ക് പ്രോത്സാഹനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇസ്മായിൽ ഹാജി, അള്ളാഹു അക്ബർ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി അവറുകൾ 2 വീടും 2 പെൺകുട്ടികളുടെ വിവാഹത്തിനും ഏറ്റെടുത്തിരിക്കുന്നു. അതും ഒരു 30 ലക്ഷം രൂപ. മാഷാ അള്ളാഹ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഇസ്മായിൽ ഹാജിയുടെ ആ ഒരു സംഭാവനയെ നീ കബൂലാക്കണേ റബ്ബേ. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നീ നൽകണേ പടച്ചവനെ. അള്ളാഹുവയുടെ മനസ്സിന് നീ തോന്നിപ്പിച്ചു കൊടുത്ത ഈ ഒരു നന്മ അള്ളാഹുവെ അത് നാളത്തെ ഖബറിലും നാളെ പരലോകത്തും ഹിസാബിലും വിചാരണ നേരിടുമ്പോഴും ഉപകാരപ്പെടുന്നൊരു അമലായി മാറ്റിക്കൊടുക്കണേ റബ്ബേ. മക്കളിലും കുടുംബത്തിലും ഭാര്യ സന്തതികളിലും മാതാപിതാക്കളിലും അതിൻ്റെ നന്മയെ നീ കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതൊരു വെളിച്ചമായി എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്ത വലിയൊരു ബിറായി, നന്മയായി അള്ളാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ. ഈ നിമിഷം ആ മാതാപിതാക്കളുടെ ഖബറുകളിൽ അത് നൂറാക്കി എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അള്ളാഹ്. വളരെ മനോഹരമായ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ കാണുന്നത്. പടച്ച തമ്പുരാൻ നിലനിർത്തട്ടെ. ഈ മഹല്ല്, മുടിക്കൽ മഹല്ല് ഏറ്റവും നല്ല സൗഭാഗ്യം ചെയ്തൊരു മഹല്ലായി എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ഇറക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളെ കാണുന്ന റബ്ബേ, ഞങ്ങളുടെ മനസ്സുകളിൽ ഈമാനും ഹിക്മത്തും യഖീനും തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിലെ ഈമാനെ നീ ഊട്ടി ഉറപ്പിക്കണമേ, നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്നെ കാണാൻ കൊതിയൂറുന്ന ഹൃദയമാക്കി തരണേ റബ്ബേ. വിശ്വസിക്കുകയും നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും സൽക്രമികളും സജ്ജനങ്ങളുമായി മാറുകയും ചെയ്യുന്നത്, നാളെ മരിക്കുമ്പോൾ മരണ സമയത്ത് കലിമ ചൊല്ലുന്നതടക്കമുള്ള ഈ സൗഭാഗ്യങ്ങൾക്ക് റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ ഓരോരുത്തർക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും വിദ്യാർത്ഥികൾ, ഉമ്മമാർ, ഉപ്പമാർ, മുതഅല്ലിമീങ്ങൾ, അല്ലാഹുവേ സദസ്സിലുള്ള ഞങ്ങളെല്ലാവർക്കും, ഇവിടെ വരാൻ കഴിയാത്തവർ, ഇതുപോലത്തെ പരിപാടികളിൽ സാധാരണ കൂടാറുണ്ടായിരുന്നവർ, ഇപ്പോൾ വിദേശത്തുള്ളവർ,
അള്ളാഹു ഞങ്ങളുമായി ഈ പരിപാടിയിൽ ഓൺലൈനിൽ സംബന്ധിക്കുന്ന സഹോദര സഹോദരിമാർ അർഹമർ റഹീമേ, ഞങ്ങളെല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഇമാമിന് ഷാഫിഈ തങ്ങൾ മരണനേരത്ത് നിന്റെ മഗ്ഫിറത്തിനെ ചോദിച്ച് പറഞ്ഞ വരികൾ ഞങ്ങൾ ചൊല്ലുകയുണ്ടായി റബ്ബേ. അള്ളാഹുവേ, നീ ഇപ്പോഴും പുറത്തു തരുന്ന റബ്ബാണല്ലോ. അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ ആരൊക്കെയാണോ ഓർക്കുന്നത്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. നീ മാപ്പ് നൽകണേ തമ്പുരാനെ. ഈ ലോകത്തിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വ നിഅമത്തും നീ നൽകുമ്പോൾ അള്ളാഹു നിനക്ക് ശുക്ർ ചെയ്യുന്നവരായി ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. ശരീരത്തിന് ആരോഗ്യം നിലനിർത്തണേ റബ്ബേ. മാരക രോഗങ്ങളിലേക്ക്, ലഹരിയിലേക്ക്, തിന്മകളിലേക്ക് പോകാതെ കാക്കണേ പടച്ചവനെ. കാരുണ്യവാനെ, ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കാനും നിന്നിലേക്ക് അടുക്കാനും നിമിത്തമാകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലത് കേൾക്കാനും അറിയാനും അത്തരം സദസ്സുകളിൽ ചെന്നിരിക്കാനുമുള്ള നല്ല ബോധവും തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ നന്നാക്കി തരണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. പഠിക്കുന്നവർക്കൊക്കെ നീ നല്ല വിജയം നൽകണേ റബ്ബേ. അള്ളാഹുവെ, അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ പടച്ചവനെ. അർഹമർ റഹീമേ, നാടിലും വിദേശത്തുമുള്ള ഞങ്ങളുടെ സഹോദര സഹോദരിമാർ അള്ളാഹു അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നീ ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബേ. നാടിനും മഹല്ലിനും ഉപകാരപ്പെടുന്ന നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായി ജോലി നൽകണേ റബ്ബേ. ഉന്നത പഠനം, ഹയർ സ്റ്റഡീസിന് വേണ്ടി നീങ്ങുന്നവർക്ക് അള്ളാഹുവെ യോജിച്ച ക്യാമ്പസുകൾ, യോജിച്ച കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികൾ അവർക്ക് അഡ്മിഷൻ നൽകി അള്ളാഹുവരൊക്കെ നന്നായി പഠിച്ച് അഭിമാനമായി നാടിന്, രാജ്യത്തിന്, സമൂഹത്തിന് അഭിമാനമായി മാറുന്ന നല്ല മക്കളാക്കി തരണേ റബ്ബേ. നമ്മുടെ ഖാലിദ് സാഹിബ് ഒരു വീടും ഒരു പെൺകുട്ടിയുടെ വിവാഹവും ഏറ്റെടുത്തിരിക്കുകയാണ്. 15 ലക്ഷം. അല്ലാഹു അക്ബർ. അല്ലാഹുവേ, ഖാലിദ് സാഹിബിൻ്റെ ആ സംഭാവന സ്വീകരിക്കണേ റബ്ബേ. ഇസ്മായിൽ ഹാജിയും ഹംസ ഹാജിയും അടക്കം അവരൊക്കെ ഏറ്റെടുത്തത് അല്ലാഹു നീ കബൂൽ ചെയ്യണേ പടച്ചവനെ. അത് പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. എത്ര വലിയ വിശാല മനസ്സുകൊണ്ടാണ് റബ്ബേ നീ അവരനുഗ്രഹിച്ചിരിക്കുന്നത്. അവരുടെ സമ്പത്തിൽ നീ വർധനവ് നൽകണേ റബ്ബേ. ബറക്കത്ത് നൽകണേ റബ്ബേ. അവിടെ ജോലി ചെയ്യുന്നവർക്ക് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നിഅമത്ത് ചെയ്യണേ പടച്ചവനെ. അല്ലാഹു ഇസ്സത്ത് നൽകണേ പടച്ചവനെ. എല്ലാവിധ ശർറുകളിൽ നിന്ന് കാത്ത് രക്ഷിക്കണമേ തമ്പുരാനെ. ദുനിയാവിലും നാളെ ആഖിറത്തിലേക്കും അത് വെളിച്ചമാക്കി മാറ്റണേ റഹ്മാനെ. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാക്കണേ പടച്ചവനെ. അർഹമർ റഹീമേ, ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസറും കിഡ്നിയും സംബന്ധമായൊക്കെ പല അസുഖങ്ങൾ കിടക്കുന്ന ആളുകൾ, ഡോക്ടർമാർക്ക് അസുഖം എന്താണെന്നറിയാതെ സിഹറും ഐനും കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലാഹു നീ ശമനം നൽകണേ റബ്ബേ. ഷിഫാ നൽകണേ റബ്ബേ. ഷിഫാ നൽകണേ റബ്ബേ. ഷിഫാ നൽകണേ റബ്ബേ. മരണത്തിൻ്റെ അവസാന സെക്കൻഡ് വരേക്കും പൂർണ്ണ ആരോഗ്യത്തിൽ അമല് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹു നാളെ നിന്നെ കണ്ടുമുട്ടുന്ന യാത്ര ഏറ്റവും നല്ല സമയത്ത് ഒരു നല്ല നേരത്താക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, നാസ്തികവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും അത്തരം പല ചാനലുകളിലൂടെയും നമ്മുടെ മക്കൾ വഴിതെറ്റി സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു ലോകമാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ പടച്ചവനെ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അപകടത്തിലേക്കും അവരെത്തിപ്പെടാതെ കാക്കണേ റഹ്മാനെ. എത്ര വലിയ എന്തെല്ലാമാണെങ്കിൽ തന്നെയും ഈമാൻ അതിലും വലുതാണ്. നമ്മുടെ ഈമാൻ ഏറ്റവും വലുതാണ്. അല്ലാഹുവേ, അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ആ തരത്തിൽ ഞങ്ങളുടെ മക്കളെ നീ വളർത്തണമേ തമ്പുരാനെ. റഹ്മർ റഹീമേ, വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക്, വിവാഹിതകളാകാൻ പോകുന്ന പെൺകുട്ടികൾ, വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാർ, അവർക്കൊക്കെ നല്ല സന്തോഷകരമായ ഇണകളെ നൽകി നല്ല സന്തുഷ്ടമായ കുടുംബജീവിതം നൽകണേ റബ്ബേ. വിവാഹ ജീവിതങ്ങളിൽ സമയപടച്ചവനെ കരുണ നൽകണമേ റബ്ബേ. സ്നേഹം നൽകണമേ തമ്പുരാനെ. റഹ്മർ റഹീമേ, മക്കളിൽ കൺകുളിർമയെ നൽകണമേ റബ്ബേ. റഹ്മർ റഹീമേ, നിനക്ക് ശുക്ർ ചെയ്യുന്ന നാവ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന നാവ് അല്ലാഹു നീ ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ പടച്ചവനെ. അല്ലാഹുമ്മ ഇലൈക അനബിന വ ഇലൈക أنبنا اللهم خذ بأيدينا ونواصينا إليك وردنا والمسلمين إلى دينك ردا جميلا. അല്ലാഹുവേ, ഉമ്മത്തിന് നീ കരുത്ത് നൽകണേ റബ്ബേ. ഇസ്സത്ത് നൽകണേ റബ്ബേ. ഗസയിലെ ഞങ്ങളുടെ പാവപ്പെട്ട സഹോദര സഹോദരിമാർ, അവിടെ ഞങ്ങളുടെ ചെറുപ്പക്കാർ, അവിടുത്തെ ഉപ്പമാർ, ഉമ്മമാർ, അല്ലാഹുവർക്ക് നീ നിന്റെ റഹ്മത്ത് ചെയ്യണേ പടച്ചവനെ. നിന്റെ കാവലുണ്ടാകണേ റബ്ബേ. അല്ലാഹുവേ, ശത്രുക്കളുടെ പരാക്രമത്തിൽ നിന്ന് മോചനമുണ്ടാകണേ റബ്ബേ. റഹ്മുർ റഹീമേ, അല്ലാഹുവേ, ഫലസ്തീനിൻ്റെ മണ്ണിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ തമ്പുരാനെ. ജന്മനാടിന് വേണ്ടിയുള്ളവരുടെ പോരാട്ടത്തിന് നീ വിജയം നൽകണേ പടച്ചവനെ.
റഹ്മർ റഹീമേ അല്ലാഹുവേ 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 ഞങ്ങളുടെ സഹോദര സഹോദരിമാർ എവിടെയെല്ലാം വിഷമങ്ങളിലാണോ അവർക്കൊക്കെ നീ തുണയാകണമേ റബ്ബേ. അവർക്ക് നീ സഹായം നൽകണേ പടച്ചവനെ. അവരെ നീ വിജയത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. ഈ ഉമ്മത്തിനെ നീ അല്ലാഹുവേ നിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കണേ പടച്ചവനെ. ഇന്ത്യയിൽ അല്ലാഹുവേ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നു പോന്ന മതസൗഹാർദ്ദവും സ്നേഹവും പരസ്പര ബഹുമാനവും എന്നും നിലനിർത്തേണമേ പടച്ചവനെ. അല്ലാഹു അതിൻ്റെയൊക്കെ ആ ഒരു നന്മ ഞങ്ങളുടെ കേരളത്തിൽ വിശേഷിച്ചും അല്ലാഹുവേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും അല്ലാഹുവേ അത്തരം നന്മകളെ എന്നും നിലനിർത്തി സൗഹാർദ്ദത്തിലും ഒരുമയിലും സ്നേഹത്തിലും ഒരുമിച്ച് ജീവിക്കുന്ന നല്ല ഒരു സംസ്കൃതിയെ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. റഹ്മർ റഹീമേ മരണത്തിന് മുമ്പ് ഹജ്ജും ഉംറയും ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനും സൗഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ചിന്തകൾ നിന്നിലേക്ക് അടുപ്പിക്കണേ പടച്ചവനെ. ഞങ്ങൾ കേൾക്കുന്നതും പറയുന്നതുമായ വാക്കുകൾ നിന്നിലേക്ക് അടുക്കാൻ നിമിത്തമായതാക്കണേ റബ്ബേ. ബിജാഹി വഹഖ് നബീക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാളെ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ള ബന്ധുമിത്രാദികളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. വിശാലമാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു നാളെ ഞങ്ങളും ആ ഖബറിലേക്ക് എത്തിച്ചേരുമ്പോൾ അല്ലാഹു വിശാലമായ ഖബറാക്കി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പം അല്ലാഹുവേ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഷൈഖന്മാർ സാധുമാരോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ബിജാഹി വഹഖ് നബീക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خير. പ്രത്യേകിച്ച് നമ്മുടെ സൗണ്ട് സിസ്റ്റം വളരെ നന്നായി റാഹത്തായിരുന്നു. നമ്മുടെ സംഘാടകരോട് ഓപ്പറേറ്റർമാരോട് ഇതിൻ്റെ ആളുകളോടൊക്കെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താണ്. നിങ്ങളുടെയൊക്കെ ദുആകളിൽ ഓർമ്മ ഉണ്ടെങ്കിലൊക്കെ ഓർക്കണം, ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നല്ലേ നമ്മുടെ മഹലിൻ്റെ പോളിസി. അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ദ്വാരക്കണം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഖൂമു മഗ്ഫൂറൻ ലക്കും ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക്. ദുആ അങ്ങ് ചൊല്ലിക്കോളൂ. പരിപാടി കഴിയുമ്പോൾ ചൊല്ലുന്ന ദുആയാണ്. കഫാറത്തുൽ മജ്ലിസ് എന്നാണ് അതിന് പറയാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറു